പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തി സപാതു നഃ. അവജാനന്തി മാം മൂഢാഃ മാനുഷീം തനും ആശ്രിതം പരം ഭാവമജാനന്തഃ മമ ഭൂതമഹേശ്വരം. പ്രകൃതി സംബന്ധമില്ലാത്ത തന്റെ സ്വരൂപത്തിനെയാണ് ഭഗവാൻ ഭൂതമഹേശ്വരം എന്ന് പറഞ്ഞു. ആ എന്നെ അവഗണിക്കുന്നു ആരാണ് എന്നുവെച്ചാൽ മാനുഷീം തനും ആശ്രിതം. ഞാൻ ഒരു മനുഷ്യരൂപത്തില് ആശ്രയിച്ചിരിക്കണവനാണ്, മനുഷ്യരൂപത്തിനെ ആശ്രയിച്ചിരിക്കണവനാണെന്ന് ധരിക്കണവര് അവജാനന്തി, അപമാനം കുർവന്തി, അവജ്ഞാം കുർവന്തി മാം മൂഢാഃ. ശരീരമാണ് ചൈതന്യത്തിനെ ആശ്രയിച്ചിരിക്കുന്നത്, അല്ലാതെ ചൈതന്യം ശരീരത്തിനെ അല്ല. ചൈതന്യമാണ് തന്റെ സ്വരൂപമെന്ന് അറിയാത്തവൻ പരോക്ഷജ്ഞാനം, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ജ്ഞാനം. നേരിട്ടുള്ള അനുഭവത്തിന്റെ കാര്യമല്ല പറയണത്, ലക്ഷ്യം ഭഗവത് സാക്ഷാത്കാരം എന്നുള്ള ഒരു ലക്ഷ്യമില്ലാത്തവൻ. പിന്നെ അവന്റെ മുമ്പിൽ എന്താ ഉള്ളത്? ജീവിതത്തില് എല്ലാവർക്കും പൊതുവെ എന്താ ഉള്ളത്? ലോകത്തില് ഭഗവാൻ തന്നെ പറഞ്ഞു, അനേക ലക്ഷം മനുഷ്യരിൽ ആരോ കുറച്ചു പേരാണ് ഈ ലക്ഷ്യം അറിയണത്. പൊതുവെ ലോകം മുഴുവനും കുരുടന്മാരുടെ തിക്കും തിരക്കുമാണ്. അന്ധേനൈവ നീയമാനാ യഥാ അന്ധാഃ. അവിടെ ആരോ കുറച്ചു പേരാണ് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന് തന്നെ അറിയണത്. അധികം പേർക്കും ഭഗവാൻ, ഈശ്വരൻ എന്നൊക്കെ പറയണത് ലോകത്തിലെ പല കാര്യങ്ങൾ പോലെ ഒന്ന്. പോസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ, ഇലക്ട്രിക് ഓഫീസ്, പലചരക്ക് കട, അതുപോലെ അമ്പലം അല്ലെങ്കിൽ പള്ളി. ഇവിടെയൊക്കെ നടക്കാത്ത ചില കാര്യം അവിടെ നടക്കുമോ, പിന്നെ ഒരു സമാധാനം, ചിലപ്പോൾ പോയാൽ ചിലപ്പോൾ പിന്നെ പൊതുകാര്യങ്ങൾ നടക്കാനൊരു സ്ഥലം. അത്രയൊക്കെ ലോകസാമാന്യത്തിന് ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഉള്ളൂ, അല്ലേ? നമ്മളുടെ ഉള്ളിൽ തന്നെ ചോദിച്ചു നോക്കണം. സത്സംഗത്തിലേക്കൊക്കെ വരുന്ന ആളുകൾ പോലെ അധികം പേരും അതൊന്നും വ്യത്യാസമൊന്നുമല്ല. അങ്ങനെ ഒരു വ്യാമോഹമൊന്നും എനിക്കില്ല. സത്സംഗത്തിൽ വരുന്ന ആളുകളും ഒക്കെ തന്നെ ജിജ്ഞാസുക്കളാണെന്നോ മുമുക്ഷുക്കളാണെന്നോ എല്ലാവരെയും ഒന്നും പറയാൻ പറ്റില്ല. എന്തോ പറയണു അവിടെ, നമ്മൾ പോയിട്ട് വരാം. എന്തോ ഭാഗവതമോ ഭഗവത്ഗീതയോ എന്തോ പറയണു. ചിലരെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എന്തോ പറഞ്ഞുവല്ലോ ഒന്ന്, എന്താ പറഞ്ഞത്? ഭഗവത്ഗീത. അത് തന്നെ. 1.5 മണിക്കൂർ കേട്ടിട്ടാണ്. ഇതിനേക്കാളും വലിയ അപമാനം ഉണ്ടോ? അപ്പോ ഈ ലക്ഷ്യമില്ലെങ്കിൽ നമ്മളുടെ ബുദ്ധി ഇതിൽ പോവുകയില്ല. അങ്ങനെ ഒരു ലക്ഷ്യം മുമ്പിൽ വന്നിട്ടില്ലെങ്കിൽ, ഒരു ഹയർ ഗോൾ അത് മുമ്പിൽ വരുമ്പോ മരണം പോലും നമുക്ക് തുച്ഛമായിട്ട് തീരാണ്. പരീക്ഷത്തിന് നോക്കൂ, മരണം പോലും തുച്ഛം. മരണത്തിനെ കണ്ടും ഭയപ്പെട്ടില്ല. ശാപമാണ് 7ാമത്തെ ദിവസം മരണം എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ്. ഈ ശാപം വളരെ നന്നായി എന്ന് പറയാണ്. ഇതിനേക്കാളും വലിയൊരു അനുഗ്രഹമില്ല. ഭഗവാൻ എനിക്ക് കൃപ ചെയ്തതാണ്, വൈരാഗ്യം ഉണ്ടാവാനായിക്കൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചതാണ് എന്ന് പറഞ്ഞു.
അത് മംഗളമായിട്ട് കരുതി ഗംഗാതീരത്തിൽ പോയി ഇരിക്കുകയാണ്. അങ്ങനെ ചിലരൊക്കെ ഉണ്ട് ലോകത്തിൽ, എപ്പോഴും ഉണ്ടാവും. മരണത്തിനെ മുമ്പിൽ കാണുമ്പോഴും ഈ ലക്ഷ്യം മുമ്പിലുണ്ടെങ്കിൽ ഈ മരണത്തോടുകൂടി ഈ ശരീരയാത്രയെ അവസാനിക്കണുള്ളൂ, നമ്മളുടെ സ്വത്വമൊന്നും നഷ്ടപ്പെടണില്ല എന്നുള്ളത് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും ശാസ്ത്രത്തിൽ വിശ്വാസവും ശ്രദ്ധയുണ്ടെങ്കിൽ തന്നെ ഒരു ധൈര്യമാണ്. ഒരു ധൈര്യമാണ്. ആ ധൈര്യമാണ് മഹാത്മാക്കളുടെ ലക്ഷണം. ലോകസാമാന്യമോ മോഘാശാഹ മോഘകർമാണ മോഘജ്ഞാന വിഛേതസഹ എന്നൊക്കെ ഭഗവാൻ കുറെ ചീത്ത വിളിച്ചൊന്നല്ലേ. മോഘാശാഹ ഫ്യൂട്ടൈൽ ഡിസയേഴ്സ്, ആഗ്രഹങ്ങളൊക്കെ തന്നെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ അല്ലേ. മനുഷ്യന് എവിടേക്കോ പോകണം, എന്തിനാ പോകണമെന്നൊന്നും അറിയില്ല, എന്തൊക്കെയോ ചെയ്യണം. സ്പേസിൽ പോകണം, സ്പേസിൽ പോയിട്ട് ഹോട്ടൽ കെട്ടാൻ പോവാണ് ഇപ്പോ. കടലിന്റെ അടിയിൽ പോയിട്ട് ഒരാൾ വളരെ വളരെ ജീവിതത്തിലൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കടലിന്റെ അടിയിൽ പോയി ഹോട്ടലിൽ പോയി ദോശ തിന്നിട്ട് വന്നു. ദുബായിൽ എവിടെയോ ഉണ്ടത്രേ. 1 മാസം ശമ്പളം കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. ഒരു നേരം എന്തോ ടിഫിൻ കഴിച്ചിട്ട് വരാനേ. അതായിരുന്നു അത്രേ മൂപ്പരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹം. മോഘാശാഹ മോഘകർമാണ, വിഫലമായ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യും. എന്തിനാ ചെയ്യണമെന്നൊന്നും അറിയില്ല, എന്തൊക്കെയോ ചെയ്യും. നമുക്ക് ലോകത്തിലെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. അങ്ങനെ തനിക്കോ മറ്റുള്ളവർക്കോ പ്രയോജനമില്ലാത്ത കുറെ പ്രവൃത്തി, വാനിറ്റി ഓറിയന്റഡ് ആക്ടിവിറ്റീസ്. മോഘജ്ഞാനാഹ, നമുക്ക് ഒരു വിധത്തിലും പ്രയോജനമില്ലാത്ത എന്തൊക്കെയോ അറിവ്. ആരൊക്കെയോ സിനിമാക്കാരുടെയോ സ്പോർട്സ്മാന്റെയോ രാഷ്ട്രീയക്കാരുടെയോ മരിച്ചു മണ്ണടിഞ്ഞു പോയ ആരുടെയോ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊരു റിസർച്ച്. ആർക്കും പ്രയോജനമല്ല. നമ്മളുടെ ഹിസ്റ്ററി സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എന്തിനതൊക്കെ പഠിക്കണമെന്ന് തോന്നും. 1940 നടന്നൊരു യുദ്ധം, 1865 നടന്ന ഒരു യുദ്ധം, പാനീപത്തിലൊരു യുദ്ധം നടന്നു, വേറെ എവിടെയോ ഒരു യുദ്ധം നടന്നു എന്നൊക്കെ. ഇതിപ്പോ എന്തിനാ പഠിക്കണത്? മോഘജ്ഞാന, അത് എഴുതിയ ആൾക്കും അറിയില്ല, നമുക്കും അറിയില്ല. ഔറംഗസീബിന്റെ കഥ, അയാൾ ജനിച്ച ഡേറ്റ് പരീക്ഷയ്ക്ക് കാണാതെ പഠിക്കുകയാണ്. അയാൾ ജനിച്ചാൽ എന്ത് വേണം, ജനിച്ചിട്ടില്ലെങ്കിൽ എന്ത് വേണം നമുക്ക്. ഇങ്ങനെ ഓരോ അറിവ് വരുമ്പോഴും നമ്മളുടെ ബ്രെയിൻ സെൽ കുറച്ച് വീക്കാവും. അപ്പോ മോഘജ്ഞാനം ഉള്ളിൽ കയറ്റം തോറും ബ്രഹ്മവിദ്യക്കുള്ള പവർ കുറയും, അത്രയും സ്പേസ് പോവും. വേസ്റ്റ് നോളജാണ്. ഈ പുറമേക്കൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് വെക്കുന്നുണ്ടല്ലോ അല്ലേ, അതേപോലെ തന്നെ ബ്രെയിനിലും കുറെ പ്ലാസ്റ്റിക് ഉണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാനും പറ്റില്ല. അങ്ങനെ കുറെ അറിവുകള്, കുറെ പോളിത്തീൻ കവർ ബ്രെയിനിലുണ്ട്. നിങ്ങൾക്ക് ഉപയോഗപ്പെടില്ല, ഒരു കാര്യവുമില്ല. കുറെ കാര്യങ്ങളാണ്. വിചേതസഹ, ഇതൊക്കെ ഭഗവാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. അത് നമ്മളുടെ പ്രകൃതിയായി മാറിക്കഴിഞ്ഞാൽ രാക്ഷസീം ആസുരീം ചെയ്വ പ്രകൃതി മോഹിനീം ശ്രിതാഹ. രാക്ഷസീ പ്രകൃതി, ആസുരീ പ്രകൃതി, അതാണ് നമ്മളുടെ സ്റ്റാൻഡ് പോയിന്റ്. ദുര്യോധനൻ പറഞ്ഞു മഹാഭാരതത്തില്, ധർമ്മം എന്താണെന്ന് എനിക്ക് നല്ല വണ്ണം അറിയാം, എന്തൊക്കെ ധർമ്മശാസ്ത്രം വേണം ചോദിക്കൂ, ഞാൻ പറഞ്ഞുതരാം. ഭീഷ്മരോട് ധൃതരാഷ്ട്രരോടൊക്കെ ദുര്യോധനൻ പറയാണ്, നിങ്ങൾ ധർമ്മശാസ്ത്രമൊന്നും എന്നെ പഠിപ്പിക്കണ്ട, എനിക്ക് ധർമ്മശാസ്ത്രം നിങ്ങൾ പറയണതൊക്കെ തന്നെ ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല.
അധർമ്മം എന്താണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നചമേ നിവൃത്തി. കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. എന്റെ ഉള്ളിൽ എന്റെ പ്രകൃതിയാണ് എന്റെ ദേവൻ. ആ പ്രകൃതി എന്നെ കൊണ്ട് എന്ത് പറയിപ്പിക്കണോ, എന്ത് ചെയ്യിപ്പിക്കണോ, അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആ പ്രകൃതി നമ്മളുടെ കൺട്രോളിംഗ് ഫോഴ്സ് ആയിരിക്കുകയാണ്. അപ്പോ ഭഗവാൻ പറഞ്ഞു പ്രകൃതിയെ മാറ്റാണ്. പ്രകൃതി അങ്ങോട്ട് മാറ്റാം. പ്രകൃതി എങ്ങനെ മാറ്റാൻ പറ്റും? മഹാപുരുഷ സമ്പർക്കം, സത്സംഗം, ഇതൊക്കെ കൊണ്ട് കുറെയൊക്കെ സാധിക്കും. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിം ആശ്രിതാഹ. മഹാപുരുഷന്മാരുടെ ലക്ഷണം എന്താ? അവരുടെ അടുത്ത് എങ്ങനെ ഈ നെഗറ്റീവ് ഫോഴ്സ്, നെഗറ്റീവ് പ്രകൃതി ഉണ്ടോ, അതേപോലെ തന്നെ അവരുടെ അടുത്തൊരു ദൈവീ പ്രകൃതി ഉണ്ട്. പ്രകൃതി ഡയറക്റ്റായിട്ട് ബോഡി പോലെ, ശരീരം പോലെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അടുത്തുപോയി ഇരുന്ന് അറിയും. ആ പ്രകൃതിക്ക് അനുസരിച്ചാണ് ഒരാൾക്ക് ഒരാളുടെ അടുത്ത് ഒരു അട്രാക്ഷൻ ഉണ്ടാവുക, ഒരു വൈബ്. ഭഗവത്ഗീത കേൾക്കാൻ വരുമ്പോ പോലും ആ പ്രകൃതിക്ക് അനുസരിച്ചാണ് നമ്മളൊരു ചെയർ പിടിച്ചിരിക്കുക. നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കും കിട്ടിയ സ്ഥലത്ത് ഇരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും അല്ല. അതെന്തോ ഒരു പ്രകൃതിക്ക് അനുസരിച്ചാണ് ആ സ്പോട്ടിൽ നമ്മൾ പോയിരിക്കുക. ദൈവീം പ്രകൃതിമാശ്രിത. ഈ പ്രകൃതി നെഗറ്റീവായിട്ടുള്ള പ്രകൃതി ഉണ്ടല്ലോ, അത് നമ്മളുടെ ഉള്ളില് നമ്മൾ കുറച്ച് സാധന ചെയ്യണു, ജപം ചെയ്യണു, ധ്യാനം ചെയ്യണു, അധ്യാത്മമായിട്ടൊക്കെ പ്രവർത്തിക്കണുണ്ടെങ്കിൽ ഈ ആസുരി പ്രകൃതിയുടെ അടുത്ത് പോയി ഇരുന്നാൽ മതി. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മൾ ടയേർഡാവും, ക്ഷീണിച്ചു പോകും, എനർജിയൊക്കെ പോവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പ്രകൃതിയിൽ എന്താ സ്പേസിൽ ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ എനർജി സക്കേഴ്സ് ആണ് അത്രയത്. അതിങ്ങനെ നക്ഷത്രങ്ങളെയൊക്കെ വിഴുങ്ങിക്കളയുന്നതാണ്. അതുപോലെ ചില ആളുകളുണ്ട്, അവരിങ്ങനെ നോക്കിയാൽ മതി, പൂത്തിരിക്കണ മാങ്ങ മുഴുവൻ ചോട്ടിൽ വീഴും, ഒക്കെ കരിഞ്ഞു പോകും. ഇത്ര മാങ്ങയോ എന്ന് പറഞ്ഞാൽ അതേപോലെ പല കാര്യങ്ങളുമാണ്. അവരുടെ പ്രകൃതിക്ക് എത്ര ഫോഴ്സ് ഉണ്ടെന്ന്. വെറുപ്പ്, ദ്വേഷം, അസൂയ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ പോസിറ്റീവാണ് ത്യാഗം, ദയ, ഭക്തി, ശാന്തി. ആ പ്രകൃതിയുള്ള ആള്, അയാളുടെ പ്രകൃതി അയാളുടെ ഉള്ളിലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓവർകം ചെയ്ത് പ്രവർത്തിക്കും. ബുദ്ധജാതക കഥകളിൽ ഒരു കഥ ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടത്. ഒരാള് ഉജ്ജയിനിലെ ഒരു ഉജ്ജയിൻ പട്ടണത്തിലേക്ക് പുതിയതായിട്ട് വരികയാണ്. അപ്പോ ആ നാട്ടിൽ മുഴുവൻ എന്തോ ഒരു വിശേഷ പ്രതീതി, ഉത്സവ പ്രതീതി. അപ്പൊ ഇയാൾ അന്വേഷിക്കുക, എന്താ അവിടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ രാജാവിന്റെ ഖജാനാവ് നോക്കണ ഒരാളുണ്ട്, പേരൊക്കെ എനിക്കിപ്പം മറന്നുപോയി. ആ ഖജാനാവുകാരൻ ഊണ് കഴിക്കുന്ന ദിവസമാണ്, ഊണ് കഴിക്കണത് എല്ലാവർക്കും കാണാവുന്ന ദിവസമാണെന്ന്. അതിലെന്താ ഇപ്പൊ അത്ര വിശേഷം? അത് കാണേണ്ടതാണെന്ന്. അയാൾ ദിവസം കഴിക്കും, പക്ഷെ ഇന്ന് അദ്ദേഹം കഴിക്കണത് എല്ലാവർക്കും കാണാം. അപ്പൊ ഇയാൾക്ക് എന്താ അത്രയൊക്കെ കാണാനുള്ളത്? പണക്കാരുടെ ഓരോരോ ഏർപ്പാടുകളുണ്ടല്ലോ അല്ലേ. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഊണ് കഴിക്കുക, കുറഞ്ഞ എത്രയോ ചെലവാക്കിയിട്ടൊക്കെ. ചില ഹോട്ടലുണ്ട് സ്വർണ്ണത്താലത്തില് ഭക്ഷണം കൊടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ അദ്ദേഹം ഊണ് കഴിക്കുന്നത് കാണാൻ പബ്ലിക്കിന് ഓപ്പൺ ആണ്. അപ്പോ ആളുകളൊക്കെ അത് കാണാൻ തടിച്ചുകൂടിയിരിക്കാം. ഒരു ഹാളില് എല്ലാവർക്കും കാണുന്ന ഒരു പോർച്ചിലിരുന്ന് മൂപ്പർക്ക് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുക്കുക. സ്വർണ്ണത്തളികയില് പലതരത്തിലുള്ള ഭക്ഷണം, അതിന്റെ ഗന്ധം, സുഗന്ധം
അവിടെയൊക്കെ പരന്നിട്ട് ഈ പുതിയതായിട്ട് വന്ന യാത്രികനുണ്ടല്ലോ, ഒരു സാധു, അയാൾക്ക് ധനമൊന്നുമില്ല. അയാൾ മരത്തിന്റെ കൊമ്പിൽ കയറി ഇരുന്നിട്ട് നോക്കുകയാണ് ഉള്ളിലേക്ക്. അപ്പൊ ഇയാൾ ഊണ് കഴിക്കണത് കണ്ടതോടുകൂടെ അയാൾക്ക് സഹിക്കവയ്യാതെ കുപ്പറ കത്തി ചോട്ടിലേക്ക് വീണു. എന്നിട്ട് അയാള് എഴുന്നേറ്റിട്ട് ബോധം കെട്ടു. എല്ലാരും കൂടെ വെള്ളമൊക്കെ തെളിച്ച് എണീപ്പിച്ചു. അപ്പൊ പറഞ്ഞു, എന്തു പറ്റിയോ? എനിക്ക് ആ ചോറ് വേണം, എനിക്ക് ഇയാള് കഴിക്കണ ഭക്ഷണം വേണമെന്ന്. അപ്പൊ അയാളെ വിളിച്ചു. നോക്കൂ, ഏതോ ഒരു സാധു പാവം എത്രയോ ദൂരെ യാത്ര ചെയ്ത് വന്നിരിക്കണം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു കപ്പ് ഭക്ഷണം അയാൾക്ക് കൊടുത്തൂടെ? അപ്പൊ ഇയാള് പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണത്? ഇതിന് എത്രയോ 1000 പൊൻ നാണയങ്ങളാണ് വില ഞാൻ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിന്. ഈ ഭക്ഷണം ഇയാൾ കൊടുക്കണമെങ്കിൽ ഇയാൾ 1 വർഷം എന്റെ വീട്ടിൽ ജോലിയെടുക്കണം. എന്നാലേ ഇയാൾ കൊടുക്കുന്ന കൂലിയുടെ കണക്കനുസരിച്ച് ഈ ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ. നാട്ടുകാരൊക്കെ ആ പണക്കാരനെ കുറ്റം പറയുമ്പോ ഈ സാധു ഉണ്ടല്ലോ, ഞാൻ പണിയെടുക്കാം, മോഘാശാഹ, ചെറിയ കാര്യത്തിന് വേണ്ടി പണിയെടുക്കാൻ തയ്യാറായി മൂപ്പര്. 1 വർഷക്കാലം ഇയാൾ വേറൊന്നും കൊടുക്കില്ല. ആ വീട്ടിൽ പണിയെടുത്ത് വേറെ എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ചോളും. അങ്ങനെ 1 വർഷക്കാലം രാവും പകലായിട്ട് നാട്ടുകാരൊക്കെ ഇയാളെ കളിയാക്കും. ഇയാളുടെ വിചാരം മുഴുവൻ ആ ഭക്ഷണത്തിലാണ്. അത് നേടിയെടുക്കുക വലിയ അച്ചീവ്മെന്റ്. അങ്ങനെ 1 വർഷം രാവും പകലും അധ്വാനിച്ച് അവസാനം അടുത്ത ദിവസമാണ് ആ ഭക്ഷണം. അപ്പൊ ആ ഭക്ഷണത്തിന് ഇയാൾ ഭക്ഷണം കഴിക്കാൻ പോണത് കാണാനാണ് ഇപ്പൊ തിരക്ക്. 1 വർഷം പണിയെടുത്തിട്ടാണ് ഇയാൾക്ക് ആ ഭക്ഷണം കിട്ടണത്. അപ്പൊ ഈ ഖജാന, ഈ ട്രഷറർ ഉണ്ടല്ലോ, അയാള്, നീ ശരിക്കും നല്ലവണ്ണം പണിയെടുത്ത് നീ ഇതിന് അർഹനായിരിക്കുകയാണ്, അതുകൊണ്ട് നിനക്ക് ഞാൻ എനിക്ക് എങ്ങനെ തരണോ അതുപോലെ തന്നെ തരാമെന്ന് സ്വർണ്ണ തളികയിലൊക്കെ വെച്ച് ഭക്ഷണം കൊടുക്കും. അപ്പൊ ഇയാൾ ഊണ് കഴിക്കാൻ നിൽക്കുമ്പോ ജനലിൽ കൂടെ നോക്കുമ്പോ ഒട്ടിയ വയറോടെ അവിടെ ഒരാൾ വന്ന് നിന്നിട്ട് ഇങ്ങനെ നീട്ടിയിട്ട് വിശപ്പോടെ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഭിക്ഷുവിനെ മാത്രമേ ഇയാൾ കാണുള്ളൂ. തന്റെ കയ്യിലുള്ള ഭക്ഷണമോ 1 വർഷം താൻ പണിയെടുത്തതോ താൻ മെനക്കെട്ടതോ ഒക്കെ മറന്നുപോയി. അങ്ങനെ എടുത്തോണ്ട് പോയിട്ട് ആ ഭിക്ഷുവിന്റെ ഭിക്ഷാപാത്രത്തിലേക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കാൻ. ആ നാട്ടുകാരൊക്കെ ഇയാളെ ചീത്ത വിളിക്കുകയാണ്. താൻ ഈ 1 നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി 1 വർഷമായിട്ട് പണിയെടുത്തിരിക്കണു. ഇയാള് ചെവിയിൽ കേൾക്കണേയില്ല. എന്താന്ന് വെച്ചാൽ ദൈവീം പ്രകൃതിമാശ്രിതാഹം. താനൊരു ചെറിയ അല്പ ആഗ്രഹം കൊണ്ട് ചെയ്തുവെങ്കിലും തന്റെ ദൈവീ പ്രകൃതി ഉണ്ടല്ലോ, തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളെ കണ്ട് താൻ അധ്വാനിച്ച് ഉണ്ടാക്കിയതൊക്കെ മറന്നുപോയി. അപ്പോ ഈ ഖജാനാവുകാരൻ ഇത് കണ്ട് അദ്ദേഹത്തിന് ഉള്ളു തുറക്കാണ്. അയാൾ വീണ്ടും കുറച്ച് ഭക്ഷണം കൊടുക്കും, അതിനെ ഇട്ടുകൊടുക്കും. ഒരു പിടി പോലും രുചിച്ചു നോക്കിയില്ല. ദൈവീം പ്രകൃതിമാശ്രിത. അത് കഥ സാന്ദർഭികമായിട്ട് ഓർമ്മ വന്നു, അത്രേ ഉള്ളൂ. അപ്പോ ആ ദൈവീ പ്രകൃതി ഉണ്ടല്ലോ, അതിന്റെ ഫോഴ്സ് മുഴുവൻ നിസ്വാർത്ഥതയിലാണ്. ഒരു സ്വാർത്ഥൻ എത്ര ഫോഴ്സ്ഫുള്ളായിട്ട് സ്വാർത്ഥമായ ഒരു കാര്യം ചെയ്യുമോ അത്രയും ഫോഴ്സ്ഫുള്ളായിട്ട് നിസ്വാർത്ഥമായിട്ട് ചെയ്യും. ആ നിസ്വാർത്ഥത്തിന്റെ ഫോഴ്സ് ഉണ്ടല്ലോ, ബലം ഉണ്ടല്ലോ, അതിനാണ് തപസ് എന്ന് പേര്. അതാണ് ജ്ഞാന തപസ്. അതാണ് ദൈവീ പ്രകൃതി കൊണ്ടുള്ള തപസ് എന്ന് ഭഗവാൻ ഇവിടെ ആരാധന എന്നൊക്കെ പറയണത്. നിസ്വാർത്ഥത്തിന്റെ ബലം അത് ലോകസാമാന്യമല്ലല്ലോ, അല്ലേ? സ്വാർത്ഥം ആണ് മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു നായ്ക്ക് എന്തെങ്കിലും ഇട്ടുകൊടുത്താൽ 2 നായും കൂടെ കടിപിടി കൂടും, അല്ലേ? അതിന്റെ ഒരു റീഫൈൻഡ് ഫോമാണ് നമ്മളുടെ സമൂഹം എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, ഒട്ടും വ്യത്യാസമില്ല. പശ്വാദിഭിശ്ച അവിശേഷാത്. ശങ്കരാചാര്യസ്വാമി സൂത്രഭാഷ്യത്തിൽ പറഞ്ഞു, യഥാ പശ്വാദയഃ ഹരിത തൃണ പൂർണ്ണപാണിം ഉപലക്ഷ്യ തദ് അഭിമുഖീ ഭവതി ദണ്ഡോദ്യതകരം ദൃഷ്ട്വാ തതഃ പലായിതുമാരഭത്തെ എന്ന്. കയ്യിലൊരു കോലെടുത്ത ആളെ കണ്ട ഓടുകയും
തിന്നാൻ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുത്തേക്ക് അഭിമുഖമായിട്ട് പോവുകയും ചെയ്യുന്ന മൃഗങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ. അനുകൂലം പ്രതി പ്രവർത്തതേ പ്രതികൂലാതി നിവർത്തതേ. അനുകൂലം കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോവാം, എനിക്കിഷ്ടമുള്ളത്, എനിക്ക് പ്ലീസിംഗ് ആയിട്ടുള്ളത്, അതിന്റെ പുറകെ പോവാം. പ്രതികൂലമായിട്ട് എന്തെങ്കിലും കണ്ടാൽ ഓടിപ്പോവാം. ഇത് മനുഷ്യ സഹജമല്ല, ഇത് മൃഗസഹജം. എല്ലാ യോനികളിലും സ്വാഭാവികമായിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ പശ്വാദിഭിശ്ച അവിശേഷാത് എന്ന് പറഞ്ഞു ആചാര്യസ്വാമി. മൃഗങ്ങളിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇനി എവിടെ ഇതിന് നേരെ വിപരീതമായ ഒരു പ്രവൃത്തി വരണമെങ്കിൽ ദൈവീ പ്രകൃതി വേണം. പ്രതികൂലം അനുകൂലം, നമ്മൾ ലോകം മുഴുവൻ അങ്ങനെയാണല്ലോ. പ്രതികൂലത്തിന്റെ പുറകെ ഓടുന്നു, അനുകൂലത്തിന്റെ പുറകെ ഓടുന്നു, പ്രതികൂലത്തിന്നും ഓടുന്നു, അല്ലേ? പക്ഷെ നമ്മളുടെ അനുഭവമോ, പ്രതികൂലം നമ്മളുടെ പുറകെ ഓടുന്നു, അനുകൂലം നമ്മളുടെ അടുത്തുനിന്ന് ഓടുകയാണ്, ദൂരത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ആചാര്യസ്വാമികളുടെ വചനാണ്, ഭാഷ്യക്കാരന്റെ വചനാണ്. അപ്പൊ പ്രതികൂലം അനുകൂലം ലോകത്തിലെ ഇത് മനുഷ്യ സഹജം, പ്രകൃതി. അതിനാണ് ആസുരി പ്രകൃതി എന്ന് പറഞ്ഞത്. അത് ആഗ്രഹം മൂത്ത് കഴിയുമ്പോൾ രാക്ഷസി പ്രകൃതി. രാക്ഷസി പ്രകൃതി എന്ത് ചെയ്യും? തന്റെ സ്വാർത്ഥത്തിന് എന്തിനേയും നശിപ്പിക്കും. അഹങ്കാരം രാക്ഷസി പ്രകൃതിയാണ്. ആ രാക്ഷസി പ്രകൃതി അഭിമാനം, പ്രബലമായ ഈഗോ, അത് തന്റെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഉപകാരപ്പെട്ടതിനെയൊക്കെ നശിപ്പിച്ചു കളയും. ശൂർപ്പണഖ വിവാഹവത്ത് എന്നാണ് പറയുക അതിന് വ്യാഖ്യാതാക്കൾ. ശൂർപ്പണഖ വിവാഹവത്ത്, വരഘാതായ കന്യാമുദ്വഹതി എന്നൊക്കെ ഒരു ഉദാഹരണം പറയാറുണ്ട്. ശൂർപ്പണഖ ആരെയും കിട്ടാതെയൊന്നുമല്ല ദണ്ഡകാരണ്യത്തിലേക്ക് വന്നത്. ശ്രീലങ്കയിലും കുറെ ആളുകളെയൊക്കെ കിട്ടിയത്രേ ശൂർപ്പണഖയ്ക്ക് കല്യാണം കഴിക്കാൻ. പിന്നെ എന്താന്ന് വെച്ചാൽ വിശന്നു കഴിഞ്ഞാൽ ഭർത്താവിനെ തിന്നുകളയുന്നതാണ്. അതിപ്പോ രാക്ഷസനാണോ മനുഷ്യനാണോ ഒന്നും വ്യത്യാസമില്ല എന്നാണ്. രാക്ഷസിയും പ്രകൃതിയും ആശ്രിതാഹം. ആ പ്രകൃതി അങ്ങനെയാണ്, ആ സ്വഭാവം അങ്ങനെയാണ്. എന്ത് ചെയ്യും? ആ പ്രകൃതിയെ മഹാത്മാക്കളോ ദൈവീം പ്രകൃതിയും ആശ്രിത ഭജന്തി അനന്യ മനസ്സ. മഹാപുരുഷന്മാർ സദാ ഭജനം ചെയ്യുന്നു, ഭക്തി ചെയ്യുന്നു. ഭജന എന്ന് വെച്ചാൽ പാട്ടുപാടുക എന്നർത്ഥമില്ല. പാട്ടുപാടൽ ഒരു ഫോം ഓഫ് ഭജന, അത്രയേ ഉള്ളൂ. പാട്ടുപാടാൻ അറിഞ്ഞാലേ ഭജനയുള്ളൂ എന്നൊന്നുമില്ലല്ലോ, അല്ലേ? ഇപ്പൊ എല്ലാവരും പാട്ടുപാടാൻ തുടങ്ങിയാൽ ഈശ്വരൻ തന്നെ കേൾക്കാൻ പറ്റില്ല. നമുക്ക് പാട്ടുപാടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഭജനയില്ല എന്നർത്ഥമുണ്ടോ? നമ്മള് എങ്ങനെയൊക്കെ ഭജന ചെയ്യാം എന്നാണ് ഭഗവാൻ ഇനി പറയാൻ പോണത്. നോക്കൂ. സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസത്തെ. ഭാഗവത ധർമ്മം, ഭജന സമ്പ്രദായ ധർമ്മം. ഏവം വ്രതസ്വ പ്രിയനാമകീർത്യാം ജാതാനുരാഗോ ദ്രുതചിത്ത ഉച്ചൈഃ ഹസത്യതോ രോദിതി രൗതി ഗായതി ഉന്മാദവൻ നൃത്യതി ലോകബാഹ്യഃ. ഭഗവാനെ ഭജന ചെയ്യണത് സതതം കീർത്തയന്തഃ. എപ്പോഴും ഭഗവാൻ കീർത്തിക്കുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമാണ്. കീർത്തിക്കുക എന്ന് വെച്ചാൽ എന്തിനെങ്കിലുമൊക്കെ കുറിച്ച് പറയണത് കീർത്തനാണ്. നമ്മളിപ്പോ തനി വർത്തമാനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തു പറയും? ഒന്നിൽ നമ്മളെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറ്റം പറയും, അല്ലെങ്കിൽ നമ്മളുടെ നന്മകളെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലേ? വർത്തമാനം പറയുമ്പോൾ നോക്കിക്കോളൂ, ഒന്നിൽ വേറെ ആരെങ്കിലും കുറ്റം പറയും, അവര് വളരെ നല്ലവരാണ് കേട്ടോ എന്നാലും പറയും എന്ന് പറഞ്ഞ പിന്നെ നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നല്ലത്. വർത്തമാനം പറയുമ്പോ ഞാൻ വരാതിരിക്കുകയില്ല ലൗകിക ഭാഷയില്. അത് ഒളിഞ്ഞിട്ടോ തെളിഞ്ഞിട്ടോ വരും, അല്ലാതെ പറ്റില്ല.
അതാണ് ഭഗവാൻ ഉദ്ധവരോട് പറയുമ്പോ ഭാഗവതത്തിൽ പറഞ്ഞു, മറ്റുള്ളവന്റെ നല്ലത് ചീത്ത ഒന്നും പറയണ്ട ഉദ്ധവ നീ എന്നാണ്. പരസ്വഭാവ കർമാണി ന പ്രശംസേത് ന ഗർഹയേത് വിശ്വമേകാത്മകം പശ്യൻ പ്രകൃതി ആ പുരുഷേണ. ഫാക്ച്വൽ ആയിട്ട് വല്ലതും പറയണമെങ്കിൽ പറയാം, അല്ലാതെ അവൻ നല്ലവനാണ് ചീത്തയാണ് ഒന്നും പറയണ്ട. കാരണം എന്തു പറഞ്ഞാലും നീ അസത്യമാണ് പറയണത്. ആത്മാവാണ് എല്ലാം എന്നുള്ളതാണ് സത്യം. ഒന്നും നല്ലതോ ചീത്തയോ ഒന്നുമല്ല. സകലതും ഏകാത്മകം, ഒരേ ആത്മവസ്തുവാണ്. നീ പ്രകൃതിയെ കണ്ടിട്ടാണ് നല്ലത് എന്ന് പറയണത്. പ്രകൃതി ഇപ്പൊ നല്ലതായിരിക്കും, കുറച്ചു കഴിഞ്ഞാൽ ചീത്തയാവും. ഒരാൾ വളരെ നല്ല ആളാണെന്ന് വിചാരിച്ച് അടുക്കണു, കുറച്ചു കഴിഞ്ഞാൽ അവരുടെ മറ്റൊരു സൈഡ് കാണുമ്പോ അയ്യോ വേണ്ടിക്കിടന്നില്ല എന്ന് തോന്നും. പ്രകൃതിയിൽ നല്ലത് മാത്രമായിട്ട് ഉണ്ടാവില്ല. മഹാവിഷ്ണു എഴുന്നേറ്റ് ചെവി കുടഞ്ഞപ്പോഴാണ് മധുവും കൈടവനും വന്നത്. സാക്ഷാത് നാരായണൻ ചെവി കുടഞ്ഞ കർണമലോദ്ഭൂതവും, കർണമലത്തുനിന്ന് രണ്ട് അസുരന്മാര് വന്നിട്ട് വിഷ്ണു പെട്ട പാടുണ്ടല്ലോ അവരെ ജയിക്കാൻ. എന്താന്ന് വെച്ചാൽ എവിടെയാണെങ്കിലും മല ഉണ്ടാവും, കളങ്കുണ്ടാവും. നല്ലത് മാത്രമായിട്ട് ഒന്ന് ഉണ്ടാക്കാനേ പറ്റില്ല. അപ്പോ നമ്മൾ വർത്തമാനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വരും. അപ്പോ വർത്തമാനത്തിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഭഗവത് ഗുണം പറയാം. ബ്രൂഹി മുകുന്ദേതി രസനേ ബ്രൂഹി മുകുന്ദേതി. മിണ്ടാതേ ഇരുന്ന ആളാണ് സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ. മൗനമായിരുന്നു. മൗനമായി ഒരിടത്ത് സമാധിസ്ഥിതനായിട്ടിരിക്കുമ്പോ അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഈ ഇരുട്ടത്ത് വൈക്കോല് കൊണ്ടുവന്നിട്ട് രണ്ട് കറ്റ മേലെ കൊണ്ടുവന്നിട്ടു. പിന്നെ കണ്ടില്ല ആരും. പിന്നെ കറ്റയായിട്ട് കൊണ്ടുവന്നിട്ട് വലിയ വൈക്കോല് കൂന മേലെ. ആരും അറിഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞ് ആ വൈക്കോല് കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്തു മാറ്റുമുണ്ട്. അടിയിലൊരു യോഗി. അപ്പോഴും അദ്ദേഹം യോഗസ്ഥിതനാണ്. യോഗി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മളൊക്കെ ആണെങ്കിൽ പെടപ്പെട്ടിട്ടുണ്ടാവും. അദ്ദേഹം ശ്വാസമൊക്കെ അടക്കി പിടിച്ചിരിക്കാൻ അറിയണത് കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ആയില്ല. വൈക്കോലൊക്കെ എടുത്ത് മാറ്റിയപ്പോ അതിനകത്ത് കണ്ടു. അപ്പോ അടുത്ത് ഒരു മഹാഭക്തനുണ്ടായിരുന്നു, ശ്രീധര അയ്യാവാൾ. അദ്ദേഹത്തിനെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നു. ഒരു വലിയ യോഗി ഇത് അവിടെ കിടക്കണു. ആ പണിക്കാരൊക്കെ പേടിച്ചു പോയി വാ. അപ്പൊ അദ്ദേഹം വന്നിട്ടാണ്, അദ്ദേഹം കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിന് സംസ്കൃത ശാസ്ത്രങ്ങളൊക്കെ കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ശ്രീധര അയ്യാവാൾ. അതുകൊണ്ട് ഒരു വിധത്തില് ലൗകികമായ ഒരു ശിഷ്യനാണ്. അപ്പോ അദ്ദേഹം വന്ന് പറഞ്ഞു അത്രേ സ്വാമികളുടെ അടുത്ത്, എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, അങ്ങ് ഇങ്ങനെ മൗനമായിട്ട് ഇരിക്കാവോ? വേറെ ലൗകികമായിട്ടൊന്നും പറയണ്ട, ലോകത്തിന് ഉപകാരം ഉണ്ടാവണത് മംഗളകരമായിട്ട് ഭഗവത് ഗുണങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാലോ. അപ്പുറത്തെ ആദ്യത്തെ കീർത്തനാണെന്നാണ് പറയണത്. സാമ്പ്രദായികമായിട്ട് പറയുന്ന കഥയാണ്. ബ്രൂഹി മുകുന്ദേതി രസനെ. നാക്ക് രസം അറിയണതാണല്ലോ രസന. നാവിനോട് പറയണതാണ് ബ്രൂഹി മുകുന്ദേതി രസനേ ബ്രൂഹി മുകുന്ദേതി. കേശവമാധവ ഗോവിന്ദേതി കൃഷ്ണാനന്ദ സദാനന്ദേതി ബ്രൂഹി മുകുന്ദേതി. നാമം ചൊല്ലിയിട്ട് ഇതി ഇതി എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ എന്നർത്ഥം. ഒന്നുമില്ല ആ പാട്ടില്, കീർത്തനത്തില് ഒരു വിഷയവുമില്ല. ഭഗവാന്റെ നാമം ചൊല്ലിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചൊല്ലിക്കൂടെ നാവേ എന്നാണ്. രാധാരമണ ഹരേ രാമേതി രാജീവാക്ഷഘനശ്യാമേതി ബ്രൂഹി മുകുന്ദേതി രസനേ ബ്രൂഹി മുകുന്ദേതി. ഇങ്ങനെ ഭഗവാന്റെ നാമം ചൊല്ലി നാവിനെ പഠിപ്പിക്കുകയാണ് കീർത്തനം. നാവിന് ഭഗവത് ഗുണങ്ങൾ ചൊല്ലി സങ്കീർത്തനം ചെയ്യാൻ അഭ്യസിപ്പിക്കണം. നാമജപം, ഭഗവൻ നാമജപം നാവിന് ഇഷ്ടമല്ല. അതിന് വേറെ എന്തെങ്കിലുമൊക്കെ പറയാനാണ് ഇഷ്ടം, എന്തെങ്കിലുമൊക്കെ തിന്നാനാണ് ഇഷ്ടം. തിരുവണ്ണാമലയിൽ ഒരു യോഗി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ ആശ്രമമൊക്കെ ഉണ്ട്. ഇപ്പോ ആ ആശ്രമമൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോ നിരന്തര നാമസങ്കീർത്തനം ഇവിടെ നടക്കണം എന്ന് വന്നിട്ട് തീരുമാനിച്ചിട്ട് അവർ പറഞ്ഞു, നാമം ചൊല്ലുന്നവർക്കൊക്കെ ഇവിടെ ആഹാര ആശ്രമത്തിൽ കിട്ടും എന്ന്
എല്ലാരെയും അറിയിച്ചു. അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ സ്വാമി എങ്ങനെ ഇരിക്കണു ഏർപ്പാടെന്ന് ചോദിച്ചു. സ്വാമി പറഞ്ഞു, എന്ത് ചെയ്യാം, നാമം ചൊല്ലണവർ ഊണ് കഴിക്കണില്ല, ഊണ് കഴിക്കണവർ നാമം ചൊല്ലണമില്ല. ആരോ ഊണ് കഴിച്ചിട്ട് പോണു, ആരോ നാമം ചൊല്ലണു, അത്ര തന്നെ. അതിന് സംബന്ധം കണക്ഷനൊന്നുമില്ല. സതതം കീർത്തയന്ത. നമുക്ക് ടൈം നമ്മളുടെ മുമ്പിലുണ്ട് അല്ലേ? ടൈം ഇല്ലാത്തതാണല്ല കുഴപ്പം, ടൈം ഉണ്ട് മുമ്പില്. കാലം കാല കലയതാമഹം. ഭഗവാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ പിടിക്കണ കാര്യത്തിൽ കാലമാണെന്നാണ്. കാലം എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളെ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യിപ്പിക്കും, അത് ട്രാപ്പാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വല്ല നല്ലത് ചെയ്യും, കുറെ കാലം കഴിഞ്ഞ് ആ നല്ലതിന്റെ പേരിലാണ് നിങ്ങൾ പെടാൻ പോണത്. ചീത്ത ചെയ്താൽ പെടുമെന്നുള്ളത് നമുക്ക് നല്ലവണ്ണം അറിയാം. പക്ഷെ നല്ലതിനെ കുറിച്ച് നമ്മൾ അത്ര കോൺഷ്യസ് അല്ല. നല്ല കാര്യമല്ലേ ചെയ്തത്. പല ആളുകളും ലോകത്തിൽ നല്ല കാര്യം ചെയ്തിട്ട് പെട്ടുകിടക്കണവരാ. കാഞ്ചി പരമാചാര്യർ ഒരിക്കലും പറഞ്ഞു, ഈ ഉദാഹരണം പറയുമ്പോൾ പറഞ്ഞു അദ്ദേഹം, ഒരിക്കലും ഒരു വണ്ട്, കരിവണ്ട് കമിഴ്ന്ന് കിടക്കായിരുന്നു, മലർന്ന് കിടക്കായിരുന്നു. അപ്പൊ ഉറുമ്പൊക്കെ കൂടെ അതിനെ കടിക്കണു. ഇദ്ദേഹം സന്യാസിയല്ലേ, അപ്പൊ അദ്ദേഹം അടുത്ത് ഉള്ള ജോലിക്കാരന്റെ അടുത്ത് പറഞ്ഞു, അതിനൊന്ന് നിവൃത്തിയെടുപ്പാ, പാവം അത് പറന്നുപോയിക്കോട്ടെ, ഈ ഉറുമ്പ് കടിക്കണം, നല്ല കാര്യ, ചെറിയൊരു നല്ല കാര്യം. അതിനെ ശരിക്കാക്കിയിട്ടപ്പോ അത് ശരിക്കും പഴി വാങ്ങണ പോലെ ആ റൂമിലുള്ള സകല ഉറുമ്പിനെയും തിന്നിട്ട് പോയത്രേ. ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതിനെ ഒന്ന് നിവർത്തിയിട്ടു. ഈശ്വരന്റെ ഒരു ചെറിയ കർമ്മത്തിനെ നമ്മൾ മാറ്റിയാൽ അതായത് ഈശ്വരൻ ചെയ്ത ഒരു തെറ്റ് നമ്മൾ ശരിയാക്കുകയാണ്. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് വേറെ. നമുക്ക് ജീവിതത്തിൽ ഈ കർമ്മം, ഭഗവാൻ തന്നെ പറയണത് ഗഹനാ കർമ്മണോ ഗതി എന്ന്. കർമ്മത്തിന്റെ ഗതി ഭയങ്കരമാണെന്ന് പറയുന്നത്. നീ വിചാരിക്കണ പോലെയൊന്നുമല്ല. അതുകൊണ്ട് ഗീതയുടെ ഉപദേശം കർമ്മം ചെയ്യൂന്നല്ല, നിനക്ക് വിധിച്ചിട്ടുള്ള കർമ്മം ചെയ്യാതിരിക്കാൻ നിനക്ക് പറ്റില്ല അർജുന. അതുകൊണ്ട് അത് നിന്നെയോ മറ്റുള്ളവരെയോ ഉപദ്രവിക്കാത്ത വിധത്തിൽ, അഭിമാനം ഉണ്ടാവാത്ത വിധത്തിൽ നിസ്സംഗമായിട്ട് ചെയ്ത് കഴുകിക്കളയാതെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. നഹി കശ്ചിത് ക്ഷണമപി. കർമ്മം നല്ലതാണെന്ന് പറഞ്ഞിട്ടല്ല പറയണത്. നൈഷ്കർമ്മ്യമപി അച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുതഃ പുനഃ ശശ്വത അഭദ്രമേശ്വരെ നചാർപ്പിതം കർമ്മ യദപ്യകാരണം എന്ന് ഭാഗവതം പറഞ്ഞു. ശശ്വത അഭദ്രം എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അഭദ്രാണ്. ലോകത്തിൽ ഇതുവരെ ആരും ഒരു പ്രവൃത്തി കൊണ്ട് ഒരു മംഗളവും ഉണ്ടാക്കിയിട്ടില്ല. തോന്നൽ മാത്രമേ ഉള്ളൂ. ഈശ്വരനെ അവതാരം ചെയ്ത് കാണിച്ച് പ്രവർത്തിച്ചിട്ട് അവസാനം പറയണത് മംഗളമൊന്നും ഉണ്ടായതായിട്ട് കാണാനില്ല നമ്മള്. കൃഷ്ണാവതാരം കഴിഞ്ഞ് അവസാനം അട്ടിത്തല്ല് പൊട്ടിപ്പൂരം എല്ലാരും കടലിൽ കലക്കിയിട്ട് പോയി ഭഗവാൻ. രാമാവതാരം എല്ലാരും സരയൂ നദിയിൽ പോയി സ്വാഹ. എന്തിനാ അങ്ങനെ അവസാനിക്കണത് അല്ലേ? നോക്കൂ, ഏതെങ്കിലും ഒന്ന് കാണിക്കൂ. ഒക്കെ ഈ അന്ന് പറഞ്ഞ പോലെ തമിഴ് സിനിമയിൽ കാണിച്ച പോലെ ശുഭം എന്ന് പറഞ്ഞിട്ടൊന്ന് കാണിക്കും നോക്കട്ടെ. എന്തെങ്കിലും അവസാനിക്കുമോ അങ്ങനെ നോക്കട്ടെ. ഒന്നും നടക്കില്ല. കാരണം കർമ്മം എന്ന് പറയുന്നത് അഭദ്രമാണ് എന്ന് പറഞ്ഞു. ഈശ്വരൻ ചെയ്തുകൊണ്ടിരിക്കണു. അതില് ജസ്റ്റ് യു ഷുഡ് ബി ആൻ ഇൻസ്ട്രുമെന്റ്, അത്രേ ഉള്ളൂ. കോൺഷ്യസ് ആയിട്ട് നീ എന്ത് ചെയ്യൂ പെടും. ബി ആൻ ഇൻസ്ട്രുമെന്റ്, അത്രേ ഉള്ളൂ. ഈശ്വരൻ ഭഗവാൻ പറയണത്, നിന്നെ കൊണ്ട് ഞാൻ പാട്ട് പാടാൻ വെച്ചാൽ നീ പാട്ട് പാട്, നിന്നെ കൊണ്ട് പാചകം ചെയ്യാൻ വെച്ചാൽ നീ പാചകം ചെയ്യ്, നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യാൻ വെച്ചാൽ നീ യുദ്ധം ചെയ്യ്, നിന്നെ കൊണ്ട് ഡോക്ടറായിട്ടിരിക്കാൻ വെച്ചാൽ ഡോക്ടറായിട്ടിരിക്കുക, നിന്നെ കൊണ്ട് സ്കൂൾ വാദ്യരായിട്ടിരിക്കാൻ വെച്ചാൽ സ്കൂൾ വാദ്യരായിട്ടിരിക്കുക. കാരണം അങ്ങനെ അല്ലാതിരിക്കാൻ നിനക്ക് പറ്റില്ല. അതിലും സ്വാതന്ത്ര്യം ഇല്ല. അവശഹ എന്ന് പറഞ്ഞു അർജുനന്റെ അടുത്ത്. നീ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. പ്രകൃതിയാണ് നിന്റെ. അല്ലാതെ ഇവിടെ ഒന്നും ചെയ്തു തീർക്കാനോ ഒന്നും നിവർത്തിപ്പിക്കാനോ നമുക്ക് സാധിക്കില്ല. ഇത് ശാസ്ത്രമാണത്. ഇത് ശാസ്ത്രമാണ്. അപ്പോ എന്തിനാ ഈ ഉദാഹരണം പറഞ്ഞേ? എന്തിനാ പറഞ്ഞേ? എന്തിനു പറഞ്ഞു ഈ ഉദാഹരണം? കർമ്മത്തിനെ കുറിച്ച് എന്തിനു പറഞ്ഞു?
കർമ്മം കൊണ്ട് മംഗളം ഉണ്ടാവാനോ അങ്ങനെ ഒന്നുമില്ല. കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കർമ്മം ചെയ്യലല്ല ജീവിതം. ഈ കർമ്മത്തിനടുത്ത് വല്ലാത്തൊരു പ്രതിപത്തി ഉണ്ട് നമുക്ക്. ലക്ഷ്യമതല്ല, ഭഗവത് പ്രാപ്തിയാണ്. ഭഗവത് പ്രാപ്തിയാണ്. അത് ബോധിപ്പിക്കാനാണ് ശാസ്ത്രം മുഴുവൻ നിൽക്കുന്നത്. ശാശ്വതമായിട്ടുള്ള ലക്ഷ്യത്തിനെ കാണിച്ചു തരാൻ. ആ ലക്ഷ്യം മുമ്പിൽ കണ്ടിട്ടുള്ളവര് സതതം കീർത്തയന്തോ മാം, സതതം കീർത്തനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്തിനാന്ന് വെച്ചാൽ പ്രകൃതിയെ ഭഗവാന് അർപ്പിക്കാനായിട്ട്. സതതം കീർത്തയന്തഃ, നിരന്തരം കീർത്തനം ചെയ്യുന്നു. അതിലൊരു ഭാഗമാണ് നമ്മൾ പറഞ്ഞ നാമജപം എന്ന് പറഞ്ഞു. ജപം അല്ലേ? ഇപ്പൊ ഭജന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാടാനൊന്നും പറ്റില്ല. കീർത്തനം എന്ന് പറഞ്ഞാൽ ഭജന മാത്രമല്ല, ഭഗവത് ഗുണങ്ങളെ പറയൽ. ഇപ്പൊ നമ്മൾ ചെയ്യണത് കീർത്തനാണ്. വർത്തമാനം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ വർത്തമാനം പറയണമെങ്കിൽ ഭഗവത്ഗീതയോ ഭാഗവതമോ എന്തെങ്കിലുമൊക്കെ വേണം. വാണി ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോഃ നഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത്പ്രണാമേ ദൃഷ്ടിഃ സദാം ദർശനേസ്തു ഭവത്തനൂനാം വാണി ഗുണാനുകഥനേ. വാണി, വാക്ക്, ഭഗവത് ഗുണങ്ങൾ പറയണത്തില്, വേദാന്ത വിചാരം ചെയ്യണത്തില്. അങ്ങനെ സാധാരണ നമ്മളത് പറയാറുണ്ട്. ആരെങ്കിലും വീട്ടിൽ വന്നാലും വർത്താനം പറയണമെങ്കിൽ ഇങ്ങനെ മാത്രം പറയാൻ തുടങ്ങിയ 2 ഗുണം ഉണ്ടാവും. ഒന്നിന് സത്സംഗം ഉണ്ടാവും, 2 പിന്നെ ആരും വരില്ല. ചിലരെ ഓടിക്കാൻ ഇത് മാത്രമേ വഴിയുള്ളൂ. പിടിച്ചിരുത്തിയിട്ട് പോവരുത്, ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗവത ഒരു അധ്യായം വായിച്ചു കൊടുക്കുക. പിന്നെ അയാൾ നിങ്ങളെ കണ്ടാ തലയിൽ മുണ്ടൊക്കെ ഇട്ടിട്ട് പോകും. പിന്നെ അയാൾ വരികയാണെങ്കിൽ നല്ലത്. ദൈവീം പ്രകൃതി ആശ്രിതാഃ. നാവ് ഭഗവത് ഗുണത്തിന് ഉപയോഗിക്കുകയാണ്. ഫസ്റ്റ് ട്രെയിനിങ്, ഫിസിക്കൽ ട്രെയിനിങ്, വാചികമായ തപസ്സാണ്. എന്താന്ന് വെച്ചാൽ നാമജപം ചെയ്യാം. പലരും ചോദിക്കണ്ടേ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക. അപ്പോ ആ ചെയ്യേണ്ടത് എന്താന്ന് ചോദിക്കുമ്പോ തന്നെ നാമജപം ചെയ്യൂന്ന് പറയാണ്. എന്താന്ന് വെച്ചാൽ നാമജപത്തിനൊരു വിശേഷം എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും പഠിച്ച ആളുകൾക്ക് ഈഗോ വരും. സഹസ്രനാമം ജപിക്കാൻ പറഞ്ഞ സഹസ്രനാമം എനിക്ക് അറിയാവുന്നൊരു ഭാവമായി. പിന്നെ അതൊരു 15-20 മിനിറ്റിൽ കഴിഞ്ഞും പോകും. നേരെ മറിച്ച് ഒരു നാമാണെങ്കിൽ അത് കഴിയൊന്നുമില്ല. അതിന് വിധി നിഷേധങ്ങളോ ഒന്നുമില്ല. ഒരു നാമം കൊണ്ടുള്ള ഇഫക്റ്റ് ഒരുപാട് സ്തോത്രങ്ങൾ ചൊല്ലണതിനില്ല. അതുകൊണ്ട് ഒരു നാമം, എന്തെങ്കിലും ഭഗവത് നാമം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സമയത്ത് ഇരുന്ന് ജപം ചെയ്താൽ പ്രകൃതി നിവർത്തിക്കുമെന്ന് യോഗികൾ കണ്ടിട്ടുള്ളതാണ്. അതിന് ഉദാഹരണമാണ് പറഞ്ഞത് രത്നാകരൻ എന്നുള്ള കൊള്ളക്കാരൻ. അയാള് പോകുന്നവരെയും വരുന്നവരെയും ഒക്കെ തട്ടിപ്പറിച്ചുകൊണ്ടിരുന്ന ആളാണ്. അയാളോട് മഹർഷികൾ പറഞ്ഞു, താൻ ഇത്രയൊക്കെ ചെയ്യണ്ടല്ലോ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? എന്റെ കുടുംബം വലുത്തണ്ടേ? ശരി, നീ സമ്പാദിക്കണതൊക്കെ ആരനുഭവിക്കണം? എന്റെ കുടുംബക്കാരനുഭവിക്കും. ഇതിന്റെ പാപം അവരനുഭവിക്കുമെന്നൊന്ന് ചോദിച്ചിട്ട് വരും, ഞാൻ അവിടെ തന്നെ നിൽക്കാന്ന് പറഞ്ഞു. വീട്ടുകാരുടെ അടുത്ത് പോയി ചോദിച്ചപ്പോ അവര് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവരുന്ന പണ്ടം, ധനം, ധാന്യമൊക്കെ ഞങ്ങൾ അനുഭവിക്കും. പാപം നിങ്ങൾ ചെയ്യണം, അവനവൻ താൻ ഭുജിച്ചിടുക എന്നേ വരൂ എന്നാണ് പറഞ്ഞു. അപ്പോഴാണ് വല്ലാത്ത വൈരാഗ്യം വരണത്. തിരിച്ചു വന്നു ഋഷികളോട് പറയാണ്, ഞാൻ ഇത്ര പാപം ചെയ്തു, എനിക്ക് നിവൃത്തി വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഋഷികൾ ഇത്രേ പറഞ്ഞു കൊടുത്തു, രാമ. വായിൽ വരണില്ല എന്നാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള അക്ഷരാണ് രാ എന്ന് പറയണത്. അഗ്നി ബീജാണ് അത്. എന്നൊരു ശബ്ദാണത്. ഫ്രിക്ഷനാണല്ലോ അല്ലേ? വരണില്ല അത്ര വായില്. രാമ. അപ്പൊ തിരിച്ചു പറഞ്ഞു കൊടുത്തു. മര എന്നുവെച്ചാൽ മാര എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഓപ്പോസിറ്റ് മീനിങ് ആണ്. മാരൻ എന്ന് വെച്ചാൽ കാമം എന്നാണ് അർത്ഥം അല്ലേ? രാമനുള്ളിടത്ത് കാമല്ല, കാമുള്ളിടത്ത് രാമല്ല. മാര എന്ന് വെച്ചാൽ കാമം എന്നാണ് അർത്ഥം. പക്ഷേ ഇയാളുടെ ഉള്ളിൽ ഈശ്വരൻ വന്നു കഴിഞ്ഞു. ത്യാഗരാജസ്വാമികൾ തെലുസി രാമചിന്തനത്തോ നാമമോ കീർത്തനുണ്ട്. എന്താ രാഗത്?
പൂർണ്ണ രവിചന്ദ്രിക എന്താ അത്? പൂർണ്ണചന്ദ്രിക. ആ കീർത്തനത്തില് രാമായണി ചപലാക്ഷി നാമമോ. രാമ എന്നുള്ളത് ഒരു സ്ത്രീയുടെ നാമം കൂടിയാണ്. രാമ എന്ന് വിളിച്ചാൽ സ്ത്രീ എന്നർത്ഥമുണ്ട്. രാമ എന്ന് വിളിച്ചാൽ പരബ്രഹ്മനാമമായി, മുക്തിവാച്ചിയായി. പക്ഷേ ഈ ജിജ്ഞാസു ഭക്തൻ ഭഗവാനെ ആദ്യമേ ഉള്ളിൽ ഭാവന ചെയ്തു കഴിഞ്ഞു. പിന്നെ ഒരു സിമ്പലാണ് ഒരു നാമം എടുക്കുന്നത്. ആ നാമം സ്വീകരിച്ചതോടെ രത്നാകരൻ ശരിക്കും ഒരു പുഴു പൂമ്പാറ്റയായിട്ട് ചിത്രശലഭമായിട്ട് മാറുന്ന പോലെ മാറി. അല്ലേ? വാൽമീകി കഥ, എത്രയോ കഥകൾ അങ്ങനെ, എത്രയോ മഹാത്മാക്കൾ അങ്ങനെ ഉണ്ടായവരാണ്. രമണ മഹർഷിക്ക് കുട്ടിക്കാലത്ത് തിരുച്ചൂഴിയിലാണ് ജനിച്ചത്, പിന്നെ മധുരയിലാണ് സ്കൂൾ പഠിച്ചതൊക്കെ. അപ്പോ രംഗൻ, മണി എന്ന് പറഞ്ഞ ഒരു 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഈ രംഗൻ വളരെ സാത്വികനായിരുന്നു. ഈ മണി നാട്ടിൽ മുഴുവൻ നല്ല പേരെടുത്ത ആളാണ്. പോക്കിരി മണി എന്നാണ് പേര്. അടിയും ശണ്ടയും കൂടാത്ത സമയമില്ല, അത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. ഇയാള് മഹർഷി പിൽക്കാലത്തില് മലയിൽ വിരൂപാക്ഷ ഗുഹയിൽ ഇരിക്കുമ്പോ ഇയാളുടെ അമ്മ പറഞ്ഞു തിരുപ്പതിക്ക് പോകണമെന്ന് പറഞ്ഞു. ആരും കൂട്ടിക്കൊണ്ടുപോകാനില്ലാത്തത് കൊണ്ട് ഈ പോക്രി മണി അമ്മയെ കൂട്ടിക്കൊണ്ട് തിരുപ്പതിക്ക് പോകുമ്പോ പോണ വഴിയിൽ തിരുവണ്ണാമലയിൽ ഇറങ്ങി. അപ്പൊ പറഞ്ഞു, നമ്മുടെ വെങ്കട്ടരാമൻ ഇവിടെ വലിയ സ്വാമിയായിട്ടിരിക്കണു അത്ര, നമ്മൾ ഒന്ന് പോയി കാണാം. ഞാനൊന്നും വരില്ല, വീട്ടിൽ പോയി അമ്മ വിളിച്ചു വന്നില്ല അത്ര, കോണ കൊടുത്തിരിക്കണു അത്ര അവിടെ, അവനെ എനിക്കറിയില്ലേ, ഞാനൊന്നും വരില്ല എന്ന് പറഞ്ഞു. തിരുപ്പതി പോയിട്ട് തിരിച്ചു വരുമ്പോ വീണ്ടും അമ്മ പറഞ്ഞു ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. ഇയാള് സമ്മതിക്കണില്ല. അമ്മയ്ക്കാണെങ്കിൽ എന്തോ ഒരു പോവാതിരിക്കാൻ വയ്യ, നമ്മുടെ കുട്ടിയല്ലേ എന്നൊരു തോന്നല്. അമ്പലത്തിൽ പോയി അവിടെ പൂജക്കാരോടൊക്കെ അന്വേഷിച്ചു. അന്നൊന്നും ആരും ഉണ്ടാവില്ല, ഒരു തിരക്കുണ്ടാവില്ല. അന്വേഷിച്ചപ്പോ അവർ പറഞ്ഞത് ഇത് ഈ വഴിക്ക് അങ്ങോട്ട് കയറിയാൽ മതി മുകളിലേക്ക് എന്ന് പറഞ്ഞു, വിരൂപാക്ഷ ഗുഹയിലേക്ക്. അവർ കാണിച്ചു കൊടുത്ത് ഈ അമ്മ വേഗം കയറിപ്പോയി. മകന്റെ അടുത്ത് പറഞ്ഞു നീ ഇവിടെ നിന്നോ, ഞാൻ പോയിട്ട് വരാമെന്ന് പോയി. കുറച്ചു കഴിഞ്ഞപ്പോ ഈ മകൻ അമ്മയെ കാണാനില്ലല്ലോ, ഇവൻ എന്താ ചെയ്യണം നോക്കാം. അമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാൻ അവിടെ വന്നാലേ അവന്റെ ചെവിക്ക് പിടിച്ച് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അമ്മ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇയാള് പുറകെ പോയിട്ട് അവിടെയാണപ്പോ മഹർഷിയെ കാണുമ്പോ അദ്ദേഹം പിന്നെ പറയാണ്, ഞാൻ എന്റെ കൂട്ടുകാരനെ കാണാനാണ് പോയത്, ആ കൂട്ടുകാരന്റെ ഒരു അംശം പോലും എനിക്ക് അവിടെ കാണാൻ പറ്റിയില്ല. അന്നൊന്നും ഭഗവാൻ അധികം വർത്തമാനം പറയണമല്ലോ ഇല്ല, അചലമായിട്ടുള്ള ഇരുപ്പാണ്. അവിടെ കണ്ട ആള് അനങ്ങാതെ നിന്ന് കണ്ണീര് വരികയാണ് കണ്ണിന്ന്. ഇപ്പൊ എന്തായി എന്ന് വെച്ചാൽ അമ്മ പറയണു നമുക്ക് പോവാന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇരുന്നോളാം, അമ്മ പോയിക്കോളും. അവസാനം അമ്മയെ കൊണ്ട് മധുരയിൽ കൊണ്ടാക്കിയിട്ട് വേഗം തിരിച്ചു വന്നു. പോവില്ല, എന്തു പറഞ്ഞാലും പോവില്ല. എന്നാലോ ഈ ചെയ്ത കർമ്മങ്ങളൊക്കെ വെറുതെ പോവോ? മനസ്സ് ചപലം നിൽക്കണില്ല. ഭഗവാന്റെ സന്നിധിയിലിരിക്കുമ്പോ ശാന്തിയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മനസ്സ് ചഞ്ചലായി. അപ്പൊ ഒരു ദിവസം പറഞ്ഞു ഭഗവാൻ മനസ്സ് നിൽക്കണില്ല, ശാന്തമായിട്ടിരിക്കണു. അപ്പോഴൊന്നും ഭഗവാൻ ഒന്നും ഉത്തരം കൊടുക്കില്ല. നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ജ്ഞാനപരമായിട്ട് എന്തെങ്കിലും പറയും. ആത്മവിചാരം ചെയ്യും, മനസ്സ് നിന്നുണ്ടോ, ആത്മാവിന് അന്യമായിട്ട് മനസ്സ് എന്ന് പറഞ്ഞ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഒരു ദിവസം കാല് കയറി പിടിച്ചിട്ട് എന്നെ എന്തെങ്കിലും വഴിക്ക് എനിക്ക് നിവൃത്തി ഉപദേശിച്ചു തരണേ, എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. മണി വിട്, ശിവശിവാന്ന് ചുമ്മാ ഇര് എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞോളൂ, വിട്, ശിവശിവാന്ന്. ആ ക്ഷണം മുതൽക്ക് ശിവശിവ 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 ശിവ, രാവും പകലും. അത് പ്രാണനോട് കലർന്നു, രക്തത്തോട് കലർന്നു. വളരെ വലിയ അനുഭൂതിമാനായിട്ട് തീർന്നു. വിശ്വനാഥസ്വാമി പിന്നീട് അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടാവണമായിരിക്കണം. വിശ്വനാഥസ്വാമി എഴുതുമ്പോ പറയേണ്ട കണ്ണൊക്കെ അങ്ങനെ ജ്വലിക്കുന്നുണ്ടാവുന്നതാണ് വാർദ്ധക്യ സമയത്ത്. ഈ 2 അക്ഷരമേ ഉള്ളൂ, ശിവ ഇത് അക്ഷരദ്വയം.
പ്രകൃതി മാറുകയാണ്. പക്ഷേ അതിന് കാരണം പ്രബലമായ സത്സംഗാണ്. നാമജപം ഉപകാരണമാണ്. നാമജപം ഉപകാരണമാണ്. മുഖ്യ കാരണം എന്താന്ന് വെച്ചാൽ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ലൈറ്റാണ്. അപ്പൊ എന്താ, അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമ. ഭഗവാൻ പറഞ്ഞ എത്ര വലിയ ദുരാചാരിയാവട്ടെ, സത്സംഗം. ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞല്ലോ, ഇതുപോലൊരു ടെക്നിക്ക് വേറെ ഒന്നുമില്ല എന്നാണ്. ഉദ്ധവരെടുത്ത് പറഞ്ഞു, ഉദ്ധവ വലിയ സീക്രട്ടാണ്, സുഗോപ്യമപി വക്ഷ്യാമി. ന രോധയതി മാം യോഗ ന സാഖ്യം ന ധർമ്മയേവച ന സ്വാധ്യായ തപഃ ത്യാഗഃ ന ഇഷ്ടാപൂർത്തം ന ദക്ഷിണ വ്രതാനി യജ്ഞ ഛന്ദാംസി തീർത്ഥാനി നിയമ യമഃ യഥാ വരുന്തേ സത്സംഗഃ സർവസംഗാപഹോ ഹിമാം. ഒരു ജ്ഞാനിയുടെ സമ്പർക്കം ഉണ്ടാവണത്, ഋഷിയുടെ സമ്പർക്കം ഉണ്ടാവണത്, ഭാഗവതന്റെ സമ്പർക്കം ഉണ്ടാവണത്, അതെന്ത് ചെയ്യണമെന്നുള്ളതിന് ഉദാഹരണമാണ് ഈ വാൽമീകിയും രത്നാകരനും ഒക്കെ. വാൽമീകിയും ഇതുമാരത്തെ കഥകളൊക്കെ. അതിനുശേഷം സതത കീർത്തനം. സതതം കീർത്തയന്തഃ, രാവും പകലും ആ നാമജപാണ്. ത്യാഗരാജസ്വാമികൾ ഒരു ദിവസം 1.5 ലക്ഷം രാമനാമം ജപിച്ചിരുന്നു. 96 കോടി രാമനാമം സങ്കല്പം ചെയ്ത് തുടങ്ങിയതാത്രേ. കീർത്തനം ഡയറക്റ്റായിട്ട് ഇരുന്ന് പുസ്തകവും പേനയും വെച്ച് കീർത്തനം എഴുതിയതല്ല. ഈ നാമജപത്തിന്റെ ഇഫക്റ്റാണ് കീർത്തനമായിട്ട് പുറത്തു വന്നത്. കീർത്തനം ഉണ്ടാക്കിയതൊന്നുമല്ല, കീർത്തനം നാച്ചുറലാണ്. ഭഗവൻ നാമം അനുസ്യൂതം ജപം ചെയ്തു. അവസാനം എന്തായി? പുറമേ ഉള്ള ജപം അകമേയുള്ള സ്വരൂപസ്ഫൂർത്തിയെ കാണിച്ചു കൊടുക്കും. അകത്തുപോയി ഒക്കെ ലയിച്ച് ഇല്ലാതാണ്. ഭഗവാൻ ആരാണ്? ആത്മസ്വരൂപിയാണ്. ആത്മാവിനെ നിരന്തരം അനുസ്മരണം ചെയ്യാനായിട്ട് ഒരു ഉപായാണ് കീർത്തനം എന്ന് ഭഗവാൻ. കീർത്തനം ചെയ്യണമെന്ന് മാത്രമല്ല, യതന്തശ്ച ശമം ദമം ദയാ കാരുണ്യം സമത്വം, ഈ വ്രതങ്ങൾ, ഇതൊക്കെ മഹാവ്രതം എന്ന് പേര്. ഈ മഹാവ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കാം. അതാണ് യതന്തശ്ച ദൃഢവ്രത. നാമജപം ചെയ്യണു എന്ന് വെച്ചാൽ നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വഴിയാണ് നാമജപം. മനസ്സ് അനേക വൃത്തികളായി അലഞ്ഞുകൊണ്ടിരിക്കണം. മനസ്സ് ഏതെങ്കിലും ഒന്നിൽ പതിയാനുള്ള ഒരു വഴിയും കൂടിയാണത്. അത് എളുപ്പത്തിലൊന്നും നടക്കില്ല. അപ്പൊ നമ്മൾ തീരുമാനിക്കുകയാണ് 1 കോടി ജപിക്കും എന്ന് തീരുമാനിച്ചു. വ്രതമാണ്. ഒരു ദിവസം ഇത്ര ജപം ചെയ്യും, ഒരു ദിവസം 25,000 ജപം ചെയ്യും എന്ന് തീരുമാനിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഭാഗവതന്മാര് സാധന ചെയ്യണത്. 25,000 ജപം ചെയ്യും. ജപത്തിന് ഫലേച്ഛയില്ലാതെ, ഫലേച്ഛ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും ഫലം കിട്ടിയിട്ടുണ്ടോ നോക്കിക്കൊണ്ടേയിരിക്കും. അധ്യാത്മമായിട്ടുള്ള ഇഫക്റ്റ് ഒന്നും നമുക്ക് അറിയൂല. അതുകൊണ്ട് ആദ്യം തന്നെ ഫലേച്ഛയില്ലാതെ, എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോന്ന് നോക്കാതെ, കർത്തൃത്വമില്ലാതെ ഭഗവത് അർപ്പണമായിട്ട് ചെയ്യണം. മനസ്സ് ശാന്തമായിട്ട് നിൽക്കുന്നുണ്ടോന്ന് പോലും നോക്കരുത്. ചിലരൊക്കെ പറയും നാമം ജപിക്കുമ്പോൾ മനസ്സൊന്നും നിൽക്കണില്ല. അവരോട് പറയാറുള്ളത്, മനസ്സിനൊരു ഹോൾ വേൾഡ് ടൂർ ടിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് ജപിക്കുക. മനസ്സ് എവിടെ വേണമെങ്കിൽ പോട്ടെ, എന്ത് വേണമെങ്കിൽ ചിന്തിച്ചോട്ടെ, നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക, ജപം ചെയ്തോ. കുറേ കഴിയുമ്പോ അത്രയും സമയം നിങ്ങൾ വേറെ ഒന്നും ചെയ്യണില്ലല്ലോ. അത്രയും സമയം ഒരു സ്പന്ദനം, നാമസ്പന്ദനം ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സ്പന്ദനം ശരീരത്തിലും കോശങ്ങളിലും രക്തചംക്രമണത്തിനോടും പ്രാണനോടും ഒക്കെ കലരും. സത്വഗുണം ശുദ്ധം. ഇത് ദൃഢവ്രതമായിട്ടിരിക്കണം. നാമം ജപിക്കുക. ഇന്ന് പ്രഭാഷണത്തിൽ കേട്ടതുകൊണ്ട് നാളെ ഒരു ദിവസം ജപിക്കുക, മറ്റന്നാളെ ലീവ്. ഒരു യൂസും ഇല്ലാതെ സ്കൂൾ പഠിച്ചില്ലേ നമ്മള്, അല്ലേ? ഞാനിപ്പോ ആലോചിച്ച് നോക്കിയിട്ട് 10 വർഷം പഠിച്ചിട്ട്
നഴ്സറിയൊക്കെ കൂട്ടിയ 12 വർഷമൊക്കെ പഠിച്ചാൽ കൂട്ടലും കഴിക്കലും കഴിച്ചാൽ ബാക്കിയൊക്കെ കഷ്ടിയാണ്, പിന്നെ ഒന്നും ഓർമ്മയില്ല. ഇത്രയും വർഷത്തിൽ എന്താ മനസ്സിലെന്ന് വെച്ചാൽ കുറച്ച് കൂട്ടാനും കഴിക്കാനും അറിയാം, മൾട്ടിപ്ലിക്കേഷൻ കൂടി കഷ്ടിയാണ്, കാരണം ഒന്നും ഉപയോഗിക്കണില്ലേ. ഇതൊന്നും പഠിക്കാത്ത പിള്ളേരും നമ്മളെക്കാളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വേദ പാഠശാലയിൽ പഠിക്കുന്ന കുട്ടികൾ ചിലർ സ്കൂളൊന്നും പോയിട്ടില്ല. അവരൊക്കെ നോക്കുമ്പോൾ നമ്മളെക്കാളും സാമർത്ഥ്യമായിട്ട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ എളുപ്പത്തിൽ പഠിച്ചെടുക്കണു. അപ്പോഴാണ് നമുക്കറിയണത് ഇത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. പഠിച്ചത് സ്കൂളിൽ പഠിച്ചത് കൊണ്ട് തന്നെ അപ്പൊ തന്നെ പരീക്ഷ കഴിഞ്ഞതും ഉത്തമമായ കാര്യം മറന്നുപോകലാണ്, അപ്പൊ തന്നെ മറന്നുപോയി. അപ്പോ ഇത്ര വേസ്റ്റായിട്ട് ഇത്ര വർഷം പഠിച്ചു. ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരു 10-15 വർഷം നീക്കി വെച്ചൂടെ? ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടി, ഭജനത്തിന് വേണ്ടി, ഭഗവത് ഭക്തിക്ക് വേണ്ടി, ഭജനത്തിന് വേണ്ടി നീക്കി വെച്ചൂടെ? ജപം ചെയ്യാൻ കുറച്ച് വർഷം ഞാൻ ഇതേ ചെയ്യാൻ പോകണം. പ്രത്യേകിച്ച് സമയമുള്ളവർക്ക്, അധികം പേര് റിട്ടയർ ആയി കഴിഞ്ഞു, നിങ്ങൾ പിന്നെ എന്ത് ചെയ്യും? സമയം ധാരാളം ഉണ്ട്. ഇന്ന് ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ കുട്ടികളൊക്കെ തന്നെ 10-40 വയസ്സാകുമ്പോഴേക്കും റിട്ടയർ ആവണുണ്ട്. മതിയായി. ഒരുപാട് പേരെങ്ങനെ ആവുന്നുണ്ട് 40-45 വയസ്സാകുമ്പോഴേക്കൊക്കെ കഴിഞ്ഞു, റിട്ടയർ ആയി, പുറത്തു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഇനി എന്ത് ചെയ്യും? ഭജനം തുടങ്ങണം. ഭഗവാൻ പറയണത് ഇവിടെ ദൈവീം പ്രകൃതിമാശ്രിതാഃ, ഗിവ് ടൈം ഫോർ ദ ഇന്നർ വൺ ടു ക്ലെൻസ് യു. ഭജനം മുഖ്യമായിട്ട് എന്താന്ന് വെച്ചാൽ കർമ്മത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു വരാനാണ്. അതുകൊണ്ട് യു ക്രിയേറ്റ് എ ഗ്യാപ്പ് ഇൻ ലൈഫ്. കുറച്ച് കാലത്തേക്ക് ഒന്നും ചെയ്യണില്ല, പക്ഷെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മൾ വെറുതെ ഇരുന്നാൽ എന്തെങ്കിലും വന്നു പെടും. അതുകൊണ്ട് പ്രകൃതിയെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചുവിടാം. ഭാഗവതം വായിക്കണു, നാമസങ്കീർത്തനം ചെയ്യണു, ഭഗവത്ഗീത വായിക്കണു, ജപം ചെയ്യണു, ധ്യാനം ചെയ്യണു. സമയമേ ഉണ്ടാവാൻ പാടില്ല, ഒന്നിനും സമയം ഉണ്ടാവാൻ പാടില്ല. പ്രധാനമന്ത്രി വന്നതൊന്നും അറിയാനേ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. ഓരോ ദിവസവും ദിവ്യാണ്, അറിയോ? ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയ രാവിലെ എണീറ്റു നമുക്കൊരു പൂജാമുറയുണ്ട്. ഭക്തിയുടെ ആരാധനയുടെ സൗന്ദര്യം, അതിന്റെ ഒരു ബ്യൂട്ടി അത് കാണേണ്ടതാണ്. ഭഗവാനെ രാവിലെ എണീറ്റ, വിളക്ക് കൊളുത്ത, ധ്യാനിക്കുക, ജപം ചെയ്യുക, പുഷ്പം കൊണ്ടുവരിക, അഭിഷേകം ചെയ്യുക, പൂജിക്കുക. ഇങ്ങനെ ഭാഗവത ധർമ്മം അനുസരിച്ചിരിക്കുന്ന ആളുകൾക്ക് സമയം പോണതേ അറിയില്ല. ഒരു ചെറിയ മുറി മതി നമ്മളുടെ ലോകം അവസാനിപ്പിക്കാൻ. നമുക്ക് ടി വി വേണ്ട, ടേപ്പ് റെക്കോർഡർ വേണ്ട, പാട്ട് വേണ്ട, ഒന്നും വേണ്ട, ലോകത്തിലുള്ള യാതൊന്നും വേണ്ട. ഈ മുറിയുടെ ഉള്ളില് നമ്മൾ ദിവ്യമായിട്ടിരിക്കും. ദൈവീ പ്രകൃതി ഉണ്ടെങ്കിൽ ഡിസ്റ്റർബൻസേ ഉണ്ടാവില്ല, ബോറടിക്കുകയില്ല. ബോറടിക്കുന്നത് അസുരൻ ഉള്ളിലുള്ളത് കൊണ്ടാണ്. വിരസതയേ വരില്ല. നമുക്കൊന്നും ഒരു എന്റർടൈൻമെന്റും വേണ്ട. എന്റർടൈൻമെന്റ് എന്നുള്ള ഇംഗ്ലീഷിൽ വാക്ക് തന്നെ വളരെ അർത്ഥവത്താണ്. ടെയിന്റ് എന്ന് വെച്ചാൽ അഴുക്ക് എന്നാണ് അർത്ഥം. എന്റർടൈൻമെന്റ് ആണ്. നിങ്ങള് ചളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്, മലത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഡ്രെയിനേജ്. ഒരു എന്റർടൈൻമെന്റും വേണ്ട നമുക്ക്. എപ്പോഴും ആനന്ദാണ്. സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവ്രതാഃ. മനസ്സിനെ പതുക്കെ 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 ശാന്താക്കി സഗുണമായ ഭഗവാന്റെ രൂപമോ നിർഗുണമായ ഭഗവാന്റെ രൂപമോ സാകാരമായ ഭാവമോ നിരാകാരമായ ഭാവമോ ഏത് വിധത്തിലാണെങ്കിലും നിങ്ങൾ ഈ സ്പിരിച്വൽ പാത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അവിടെ വഴിതെറ്റി പോവാതിരിക്കാൻ മാത്രം നോക്കണം, അത്രയേ ഉള്ളൂ. പലരും അധ്യാത്മമാർഗം എന്ന് വന്നു കഴിഞ്ഞാലും എവിടെയാ വഴിതെറ്റണമെന്ന് വെച്ചാൽ പിന്നെ തനിക്ക് എന്തോ ലോകത്തിൽ ചെയ്തു തീർക്കാനുണ്ടെന്ന് ധരിക്കും. അപ്പൊ പിന്നെയും പഴയ സ്ഥലത്ത് തന്നെ പോയി നിൽക്കും, തുടങ്ങിയ സ്ഥലത്ത് തന്നെ പോയി നിൽക്കും.
നിങ്ങൾ രക്ഷപ്പെടാനാണ് വന്നിരിക്കുന്നതപ്പാ, നിങ്ങൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനൊന്നുമല്ല. അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. പക്ഷെ നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ആളുകളെ വലിച്ചുകൊണ്ടൊന്നും പോണ്ട. നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ദൈവീ പ്രകൃതി അങ്ങോട്ട് വികസിപ്പിക്കാം. ബാക്കി ലോകത്ത് നിങ്ങളെ ഒരു ഗുഹയുടെ ഉള്ളിൽ ഇരുന്നാൽ പോലും നിങ്ങളെ കൊണ്ട് ലോകത്തിന് എന്തു മംഗളാണോ സംഭവിക്കേണ്ടത് സംഭവിച്ചോളും. നിങ്ങൾ വോളണ്ടറി ആയിട്ടൊന്നും ചെയ്യണമെന്ന് പോലുമില്ല. നിങ്ങളെ കൊണ്ട് ഈശ്വരൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ചെയ്യട്ടെ, നടക്കട്ടെ. നിങ്ങളായിട്ട് ചാടിക്കയറി ഒന്നും ചെയ്യാനൊന്നുമില്ല. ദൈവീ പ്രകൃതിയെ വളർത്താൻ ഭഗവാൻ പറഞ്ഞു, സതതം കിട്ടുന്ന ടൈം മുഴുവൻ ആനന്ദസ്വരൂപനായ ഭഗവാനെ ആരാധിക്കുകയാണ്, ആത്മവിചാരം ചെയ്യാണ്, ഏകാന്തത്തിലിരുന്ന് തന്റെ സ്വരൂപത്തിനെ ധ്യാനിക്കുകയാണ്. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്, ഈ ശരീരത്തിൽ നിന്ന് അന്യമായി എനിക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്, ഞാൻ എന്ന് പറയുന്ന ഈ അനുഭവം ഉണ്ടല്ലോ അതിന്റെ സ്വരൂപം എന്താണ്, ആഴ്ന്ന് മുങ്ങി അന്വേഷിക്കുകയാണ് ഹൃദയത്തില്. ഹൃദയ ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് സാക്ഷാത്തായിട്ട് അറിയണമല്ലോ, സാക്ഷാത്തായിട്ട് അറിയണമല്ലോ. ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ എന്ത് കാര്യം? നിങ്ങൾ സ്വയമേവ അത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ശാസ്ത്രത്തിൽ നിന്ന് അറിയണതൊക്കെ സ്വപ്നത്തിൽ കുട്ടി ഉണ്ടാവണ പോലെ തന്നെ, ഒരു പ്രയോജനമില്ല. സ്വപ്ന സന്താന ലാഭം എന്ന് ആചാര്യസ്വാമി പറഞ്ഞു. അതുപോലെ മനസ്സിൽ പല ഭാവനകൾ കൊണ്ടൊക്കെ കിട്ടണു, എന്ത് കാര്യം? അപ്പോ സമയമുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ആഴ്ന്ന ഉള്ളിൽ മുങ്ങി അന്വേഷിക്കാം. അതിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല. നമ്മൾ പണം കൊടുത്ത് വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി മെഡിറ്റേഷൻ ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾ തന്നെ ചെയ്യണം. മരുന്ന് കഴിക്കണം നിങ്ങൾ തന്നെ കഴിക്കണം, ഭക്ഷണം കഴിക്കണം നിങ്ങൾ തന്നെ കഴിക്കണം, അല്ലേ? ഫിസിക്കലി നോക്കൂ, ഈ ഫിസിക്കൽ സെൽഫിന് വേണ്ടത് നമ്മൾ തന്നെ ചെയ്യണില്ലേ? നിങ്ങൾക്ക് വേണ്ടി വേറെ ആരെങ്കിലും നിങ്ങളെ ഊണ് കഴിക്കാൻ ഏർപ്പാടാക്കണുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വേറെ ആരെങ്കിലും ഉറങ്ങാൻ ഏർപ്പാടാക്കണുണ്ടോ? അപ്പൊ ആത്മാവിനെ അറിയാൻ, സ്വരൂപജ്ഞാനത്തിന് വേറെ ആരെങ്കിലും എങ്ങനെ ഏർപ്പാടാക്കാൻ പറ്റും? ഒരു വിദ്വാൻ പറഞ്ഞു, സ്വാമി പറയണതൊക്കെ ശരി, ഞങ്ങളെ കൊണ്ട് തോന്നും പറ്റില്ല. ഞങ്ങൾക്ക് ധാരാളം പണമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സ്വാമിക്ക് തരാം. ഞാൻ പറഞ്ഞു, വളരെ നന്നായി, ഇപ്പൊ ഞാനും നിങ്ങളെ പോലെ ആവും, അത്ര തന്നെ പ്രയോജനം. അല്ലാതെ നിങ്ങൾക്കൊന്നും കിട്ടുമൊന്നുമില്ല. ഞാനും കുറെ കഴിയുമ്പോൾ കൈ കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യണം? ഇതിനെ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കണം. അപ്പൊ ഞാൻ വല്ലതുമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ അത് തികയില്ല. അതാണ് അതിന്റെ സീക്രട്ട്. ഈ കുരങ്ങൻ ദോശ കടിച്ച പോലെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോ വരും എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് നിങ്ങൾ വരുമ്പോ സ്പെഷ്യൽ സീറ്റ് ഇട്ട് വെക്കും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് വല്ലതുമൊക്കെ പറയും, ഞങ്ങൾ പുതിയൊരു പ്രോജക്റ്റ് ഇട്ടിരിക്കുകയാണ്, അതിന് നിങ്ങൾ ഇത്ര തരൂ എന്ന് പറയേണ്ടി വരും. അപ്പൊ പിന്നെ ഞാൻ പഴയ ഡ്രെയിനേജിൽ തന്നെ വീണ്ടും അവിടേക്ക് തന്നെ വരും, ചുറ്റി വളഞ്ഞ് അവിടെ തന്നെ. എന്ത് കാര്യം? അങ്ങനെയൊന്നും നിങ്ങൾ പണം തന്നത് കൊണ്ടൊന്നും നടക്കില്ല. നിങ്ങൾ എന്തെങ്കിലും ദാനം ചെയ്തത് കൊണ്ടൊന്നും നടക്കില്ല. ദാനേന യജ്ഞേന, അതൊക്കെ ചിത്തശുദ്ധിക്ക് ശരി. അതൊക്കെ എന്തിനു ചെയ്യണു? നിസ്വാർത്ഥമായി ചിത്തശുദ്ധിക്കായിക്കൊണ്ട് ചെയ്യണു. പക്ഷെ അവസാനം ഈ ഭജനം ചെയ്തേ പറ്റൂ. ഏകാന്തമായി ഇരുന്ന് നമ്മൾ കുളിക്കുന്നതിന് പകരം ആർക്കെങ്കിലും സോപ്പും വെള്ളവും ദാനം ചെയ്താൽ മതിയോ? കുളിക്കണേ, ആർക്കെങ്കിലുമൊക്കെ വെള്ളവും സോപ്പും ദാനം. നാട്ടുകാർ നമ്മളെ കണ്ടാൽ തല്ലില്ലേ? അവസാനം കുളിപ്പിക്കില്ലേ? കുറെ കാലം കുളിച്ചിട്ടില്ലെങ്കിൽ അല്ലേ? അതേപോലെ നമ്മളുടെ ഉള്ളിലുള്ള ചളിയൊന്നും ഇപ്പൊ നാട്ടുകാർക്ക് പ്രത്യക്ഷമായിട്ട് അറിയണില്ല, അത്രേ ഉള്ളൂ. അത് നമ്മൾ ക്ലീൻ ചെയ്തേ പറ്റൂ. സ്നാനം മനോമലത്യാഗ. അപ്പൊ ഏകാന്തമായിരുന്ന് ജപം ചെയ്യണം, ധ്യാനം ചെയ്യണം, ഭഗവത് ആരാധനാലക്ഷണമായ ധർമ്മം ചെയ്യണം. ഏറ്റവും വലിയ ധർമ്മമാണത്, ഭാഗവത ധർമ്മം. കുറച്ചൊക്കെ ഏകാന്തത്തിലിരിക്കണം, ഭക്തി ചെയ്യണം, വിടാതെ നാമജപം ചെയ്യണം, ഭഗവത് ധ്യാനം ചെയ്യണം. എല്ലാവർക്കും ചെയ്യാവുന്നതാണത്. കുറച്ചെങ്കിലും സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ
എന്തിനൊക്കെയോ നമ്മൾ സമയം കണ്ടെത്തും. ഇതിനെന്തേ സമയം കണ്ടെത്താൻ വയ്യാതെ. നമസ്യന്തഷ്ടമാം ഭക്ത്യാ നിത്യയുക്ത ഉപാസത്തെ. ഭഗവാൻ പറഞ്ഞ അവര് നിത്യയോഗികളാണെന്നാണ്. അവര് സദാ എന്നെ ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് യത്നം ചെയ്യുന്നവരാണ്, നമസ്കരിച്ചുകൊണ്ടേയിരിക്കും. നമസ്കാരം ചെയ്യാന്ന് പറയണത് അല്ലേ, നേരെ ചൊവ്വേ സൂര്യ നമസ്കാരം ചെയ്താൽ ഈ എക്സസൈസ് ഒന്നും ആവശ്യമില്ല. സൂര്യന് അഭിമുഖമായിട്ട് നിന്ന് നമസ്കാരം ദിവസം കുറെ ചെയ്യാൻ ആരംഭിച്ചാൽ എക്സസൈസുമാണ്, ഭക്തിയുമാണ്, യോഗവുമാണ്, എല്ലാമാണത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് രാവിലെ എണീറ്റ് നായ ഓടിക്കണ വഴി കൂടെയൊക്കെ ഓടേണ്ടി വരുന്നത്. നമസ്യന്തശ്ചമാം ഭക്ത്യാ നിത്യയുക്ത ഉപാസത്തെ. നമുക്ക് എല്ലാം ഈ ഭാഗവത ധർമ്മത്തിലുണ്ട്. ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിതത്തിനെ അങ്ങോട്ട് ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് താമസിക്കണവര്, അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എളുപ്പമാണത്. ഒരു മാർഗം കണ്ടെത്തണം, ഒരു നാമം ജപിക്കണം, അല്ലെങ്കിൽ ഭാഗവത പാരായണം, ഗീതാപാരായണം, ഇതൊക്കെ ഒരു ചിട്ട ഉണ്ടാക്കി വെച്ച് വിടാതെ ചെയ്യാം. എന്താ ഒന്നും നേടാൻ വേണ്ടിയിട്ടല്ല, സമയം വേറെ ഒന്നും ചെയ്യാൻ സമയമില്ലാതെ ആക്കി തീർക്കുക. ഇങ്ങനെ ദീർഘകാല നൈരന്തര്യ സത്കാരാ സേവിതോ ദൃഢഭൂമി. പതഞ്ജലി പറഞ്ഞു, ദീർഘകാലം നിരന്തരം അങ്ങനെ ചെയ്യാം, തിരിഞ്ഞേ നോക്കരുത്. അതുപോലെ പ്രൊഡക്റ്റീവ് ആണോ എന്തോ. ആളുകളൊക്കെ ചിലരൊക്കെ വരും, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ എന്താ കാര്യം. ഒരു മഹാത്മാവ് നാമം എഴുതിക്കൊണ്ടേയിരുന്നു. അപ്പോ അദ്ദേഹം ഓഫീസിൽ ജോലി എടുക്കുമ്പോൾ അദ്ദേഹത്തിനടുത്ത് ആളുകൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ അങ്ങനെ മെനക്കണം, ഒരു പേപ്പർ എഴുതി തരും, ഞങ്ങൾ കോപ്പി എടുത്ത് തരാം. ഇങ്ങനത്തെ ആളുകളൊക്കെ വരും. നിങ്ങൾ ഈ ചെയ്യണത് കൊണ്ട് എന്ത് പ്രൊഡക്ടിവിറ്റിയാണോ ഉള്ളത് എന്ന് പറഞ്ഞ് എന്ത് നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിക്കും. ഒന്നും കിട്ടിയിട്ടില്ലപ്പാ, ഞാനിത് ചെയ്യാതെ ഇരുന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും, അത് പേടിച്ചിട്ടാണ് ചെയ്യണത്. ഒന്നും കിട്ടാതിരിക്കട്ടെ, കിട്ടണതാണ് ബന്ധം. ഒന്നും കിട്ടണ്ട, വെറുതെ ശരീരം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. ഇതൊരു ചെറിയ സിമ്പിൾ ടെക്നിക്കാണ്. നമ്മൾക്ക് തയ്യാറെടുപ്പ് മാത്രം മതി. ഒരേപോലെ പല ആളുകളും ഉണ്ട് അങ്ങനെ, രാവിലെ എണീറ്റ അമ്പലത്തിൽ പോകും, അവിടെ പോകും, ഇവിടെ പോകും, എന്തോ ഒരു കാര്യമില്ല. പക്ഷെ അത് ഡെയിലി റൂട്ടീനാണ്. ഇതൊക്കെ സതത ഭജനാണ്. ഇത് കുറേ കാലം കഴിയുമ്പോൾ അറിയാം നമ്മൾ പല കർമ്മങ്ങൾ നമ്മളുടെ അടുത്തുനിന്ന് വീണുപോയി. ഇതിനോട് ത്യാഗം ചിലത് വേണം. ഇതിന്റെ കൂടെ ലൗകികമൊന്നും കൂട്ടിക്കുഴയ്ക്കാതെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യം പ്രകൃതിയെ മാറ്റിമറിക്കും. കർമ്മത്തിന്റെ ഡോറ് ക്ലോസ് ചെയ്യാണ്. അനുഷ്ഠാനം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഭഗവത് ധ്യാനം അനുസ്യൂതം ചെയ്തു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോ അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ പ്രകാശിച്ചു തുടങ്ങും. ശരീരമല്ലാത്ത ഒരു മണ്ഡലം നമ്മളുടെ ഉള്ളിൽ അനാവൃതമാവും. ദേഹത്തിനപ്പുറം, മനസ്സിനപ്പുറം, ബുദ്ധിക്കപ്പുറം, അഹങ്കാരത്തിനപ്പുറം ഒരു എക്സിസ്റ്റൻസ്, ഒരു താമര വിരീണ പോലെ ഒരു സെന്റർ ഹൃദയത്തിൽ വിരിയും. A new, entirely new plane of existence. അത് മനസ്സോ ഇന്ദ്രിയങ്ങളോ അഹങ്കാരമോ ശരീരമോ ഒന്നുമല്ല. ഒരു വിധത്തിലും തെറ്റുവരാത്തതായ ഒരു പ്രമാണമണ്ഡലം, ഒരു പ്രമാകരണം, അതുള്ളിൽ അനാവൃതാവും. ഹൃദയം എന്ന് പറയുന്നത് അതാണ്, ഹൃദയസ്ഥാനം. ആ ഹൃദയസ്ഥാനം അറിഞ്ഞു കഴിഞ്ഞവൻ പിന്നെ അവിടെ പോയി ഇരിക്കുന്നത് തന്നെയാണ് അയാളുടെ തപസ്, അത് തന്നെയാണ് അയാളുടെ ധ്യാനം. ആ ഹൃദയസ്ഥാനത്തിന് അറിയണവരെയാണ് നമ്മൾ സർഫസിൽ കളിക്കുന്നത്. ചിത്തം ശുദ്ധമാവുമ്പോ ഹൃദയസ്ഥാനം അനാവൃതാവും. അത് മറ നീങ്ങി തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംശയമൊന്നുമില്ല, നമ്മളുടെ റിയൽ സെന്റർ നമുക്കറിയും. അപ്പോ ഭഗവാൻ നമുക്ക് പരോക്ഷമായ വസ്തുവല്ല, അപരോക്ഷമായ വസ്തുവാണ്.
അതിനെ അനുസന്ധാനം ചെയ്യണത് തന്നെ ഉപാസന. നിത്യയുക്ത ഉപാസത്തെ എന്ന് ഭഗവാൻ പറഞ്ഞു. അടുത്ത ശ്ലോകം നോക്കൂ. ആ സെന്റർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ജ്ഞാനയജ്ഞം എങ്ങനെ ചെയ്യണമെന്നറിയും. കർമ്മങ്ങളുടെ ഒക്കെ സോഴ്സ് എന്താണ്, ചിത്തവൃത്തികളുടെ ഒക്കെ സോഴ്സ് എന്താണ്, ഭാവങ്ങളുടെ ഒക്കെ മൂലം എന്താണ്, തന്റെ തന്നെ മൂലപ്രദേശം എന്താണ്, പിറപ്പിടം എവിടെയാണ്, ഒക്കെ ഈ ഒരു സെന്റർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോഴാണ് നമ്മളുടെ കർമ്മങ്ങളൊക്കെ അതിന്റെ സ്വഭാവം മാറണത്, അറിവിന്റെ ഒക്കെ സ്വഭാവം മാറണത്. നോക്കൂ, ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. ജ്ഞാനയജ്ഞേന ച അപി അന്യേ യജന്തഃ മാമുപാസതേ. അന്യേ കേചിത്, ചിലര് ജ്ഞാനയജ്ഞം കൊണ്ട് എന്നെ ഉപാസിക്കുന്നു. ജ്ഞാനമാകുന്ന യജ്ഞം, അറിവാകുന്ന യജ്ഞം കൊണ്ട് എന്നെ ഉപാസിക്കുന്നു. ജ്ഞാനമേവ ഭഗവത് വിഷയം യജ്ഞഃ തേന ജ്ഞാനയജ്ഞേന യജന്തഃ പൂജയന്തഃ മാം ഈശ്വരം ച അപി അന്യേ അന്യാം ഉപാസനാം പരിത്യജ്യ ഉപാസത്തെ. ഭഗവാൻ വാസുദേവ ഏവ നാമരൂപവിഭാഗാൻ അർഹതി. സൂക്ഷ്മചിദചിദ്വസ്തു ശരീരഃ സന് സത്യസങ്കൽപഃ വിവിധ വിഭക്ത നാമരൂപ സ്ഥൂല ചിദചിദ്വസ്തു ശരീരഃ സ്യാമിതി സങ്കൽപ്യ സ ഏകദേവഃ ഏവ തിര്യങ് മനുഷ്യ സ്ഥാവരാക്യ വിചിത്ര ജഗത് ശരീരഃ അവതിഷ്ഠത്തെ ഇതി അനുസന്ധദാനാശ്ച മാം ഉപാസത്തെ എന്നുള്ളത് രാമാനുജാചാര്യരുടെ ഭാഷ്യം. ജ്ഞാനയജ്ഞം കൊണ്ട് ഉപാസിക്കുന്നു. എങ്ങനെയാ ഉപാസിക്കുന്നത് എന്ന് വെച്ചാൽ ഏകമേവ പരം ബ്രഹ്മ ഇതി പരമാർത്ഥദർശനേന ഉപാസത്തെ. അന്യമായ ഒരു വസ്തുവുമില്ല, ഏകമായ ഒരു വസ്തുവേ ഉള്ളൂ, അത് തന്നെ അനേകമായി കാണുന്നത്. ഏകത്വേന പൃഥക്ത്വേന ബഹുധ. ഏകത്വേന എങ്ങനെ? ഞാൻ എന്ന അനുഭവ രൂപത്തില്. പൃഥക്ത്വേന പുരോപസ്ഥിതം വസ്തു. ബഹുധ അനേകം. ഇതിനെയൊക്കെ പ്രതിപാദിക്കുന്ന മഹാവാക്യങ്ങള് ഏകത്വേന ഉള്ള മഹാവാക്യമാണ് അഹം ബ്രഹ്മ എന്നുള്ളത്. പൃഥക്ത്വേന ഉള്ള മഹാവാക്യം മുമ്പിൽ നിൽക്കുന്നതിനെ കാണുന്നതാണ് തത്വമസി എന്നുള്ളത്. ബഹുധ എന്നുള്ള മഹാവാക്യമാണ് സർവം ഖലു അയം ആത്മാ ബ്രഹ്മ സർവം ഖലു ഇദം ബ്രഹ്മ. ഇങ്ങനെ ഏകത്വേനെ ഉപാസിക്കണു, പൃഥക്ത്വേന ഉപാസിക്കണു, ബഹുധാ ഉപാസിക്കണു. വിശ്വതശ്ചക്ഷുരുത വിശ്വത്തോ മുഖ. വിശ്വം മുഴുവനായിട്ടും. ഏകത്വേന എങ്ങനെ ഉപാസിക്കണു? ആദ്യം ഉള്ളില് ജ്ഞാനയജ്ഞം കൊണ്ടുള്ള ഉപാസന, അഹംഗ്രഹ ഉപാസന. അതാണ് ഭഗവാൻ പറയണത്. ഞാൻ എന്ന് പറയണ അനുഭവത്തിനെ തന്നെ ഉപാസനയ്ക്ക് വിഷയമാക്കുകയാണ്. ഉപാസനയ്ക്ക് അന്യമായൊരു വിഷയമില്ല. അന്യമായി, തന്നിൽ നിന്ന് അന്യമായി ഉപാസിക്കാനോ ജപിക്കാനോ ദേവതയോ വിഷയമോ ഒന്നുമില്ലാതെ താൻ തന്നെ തന്റെ ഉപാസനാ വിഷയമാവുകയാണ്. ഞാൻ എന്നുള്ള അനുഭവം തന്നെ തന്റെ വിഷയമാവുകയാണ്. ഞാൻ ആരാണ്? ഞാൻ എന്ന് പറയുന്നത് എന്താണ്? അഹം 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 എന്ന അനുഭവത്തിന്റെ സ്വരൂപം എന്താണ്? ഈ അനുഭവത്തിനെ വിടാതെ പിടിക്കുകയാണ്. അതിൽ നിന്നാണ് പൃഥക്ത്വേന അഹങ്കാരം, ഞാനെന്നും നീയെന്നും അവനെന്നും ഒക്കെ വരുന്നത്. ഈ പലതുണ്ടാവാൻ മൂലകാരണമോ അഹങ്കാരാണ്. അഹങ്കാരം ഉദിച്ചു കഴിഞ്ഞാൽ നീ അവനൊക്കെ വരും. ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ആദ്യം അഹന്ത വരും, പിന്നെ നീ അവനൊക്കെ വരും. എല്ലാ ചിത്തവൃത്തികൾക്കും പിറപ്പിടം മൂലം ഹൃദയമാണ്.
ഹൃദയത്തിലാണ് രാത്രി ഉറങ്ങുമ്പോ ഒക്കെ പോയി ലയിക്കുന്നത്. എഴുന്നേൽക്കുമ്പോ ആദ്യം ഹൃദയത്തിൽ നിന്നാണ്, ആ ഹൃദയ സുഷിരത്തിൽ നിന്നാണ് ഞാൻ എന്നുള്ള വൃത്തി പൊന്തണത്. അപ്പോ ഏകത്വേന ഉപാസിക്കുന്നത് അഹങ്കാരത്തിനെ തന്നെ അന്വേഷിച്ചു നോക്കി അഹം എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്, ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് എന്ന് ആരാഞ്ഞു നോക്കി ഞാൻ എന്നുള്ളത് ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരവുമല്ല. കാരണം ഈ അഹങ്കാരവും അന്വേഷിക്കുമ്പോ ഹൃദയത്തിൽ മറിഞ്ഞു പോകണു. അവിടെ ഇതൊന്നുമല്ലാതെ മറ്റെന്തോ ഒന്ന് കോപിപ്രകാശോസ്മ്യഹം എന്ന് പറഞ്ഞില്ലേ, എന്തോ ഒരു പ്രകാശത്തിനെ അകമേക്ക് കണ്ടു. അത് വിടാതെ വിച്ഛിത്തിയില്ലാതെ നിർത്തി ധ്യാനിക്കണു. അത് തന്നെ ഏകത്വേന. താൻ കണ്ട വസ്തു തന്നെയാണ് തന്റെ മുമ്പിൽ ഒരു രൂപത്തിലൊക്കെ ഇരിക്കുന്നത്. അപ്പൊ പൃഥക്ത്വേന പലത് കാണപ്പെടുന്നുണ്ടല്ലോ, ബഹുധ, അതൊക്കെ തന്നെ അത് തന്നെ. വിശ്വത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തന്നെ ഈ ചൈതന്യത്തിൽ തന്നെ കാണുന്നതൊക്കെ ചൈതന്യം തന്നെ. സകലതും ആ ഭഗവാൻ തന്നെയാണ്, വാസുദേവൻ തന്നെയാണ് അനേക നാമരൂപങ്ങളായിട്ട് കാണപ്പെടുന്നത് എന്ന് ഉപാസത്തെ. നിത്യയുക്ത ഉപാസത്തെ. കോൺസ്റ്റന്റ് കണക്ഷൻ, അൺഇന്ററപ്റ്റഡ് കണക്ഷൻ ഉണ്ട് ആ യോഗിക്ക്. തന്റെ ഹൃദയസ്ഥാനത്തിനെ തൊട്ടറിഞ്ഞവന് അവന്റെ മനസ്സ് പിന്നെ വ്യവഹരിക്കുമ്പോഴും ആ ഹൃദയത്തിന് ആ സോഴ്സ് മറക്കാതെയാണ് നിൽക്കുന്നത്. എന്തൊക്കെ ചെയ്യുമ്പോഴും ആ കറണ്ട്, ആ സ്രോതസ് ഉള്ളിലുണ്ട്, ആ ധാര ഉള്ളിലുണ്ട്. ആ ധാര വിടാതെ, ധാര മുറിയാതെയാണവൻ പ്രപഞ്ചത്തിലെ മുമ്പിൽ കാണപ്പെടുന്ന വസ്തുക്കളും അന്യമായ വസ്തുക്കളെയൊക്കെ കാണുന്നത്. അങ്ങനെ ബഹുധാ ഉപാസത്തെ. ഇനി ചിലരൊക്കെ പറയണത് ഏകത്വേന എന്ന് വെച്ചാൽ അദ്വൈതം, പൃഥക്ത്വേന എന്ന് വെച്ചാൽ വിശിഷ്ടാദ്വൈതം, ബഹുധാ വിശ്വതോ മുഖം എന്ന് വെച്ചാൽ ദ്വൈതം. ഇങ്ങനെയൊക്കെ ഉപാസിക്കണു എന്ന് അർത്ഥം പറയണതുമുണ്ട്. ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം എന്നുള്ളത്. അങ്ങനെ ഉപാസനയിൽ ഭേദം അംഗീകരിച്ചാൽ പോലും ഉപാസിക്കണു എന്നുള്ളത് സത്യം. ഉപാസന ഏത് ഭാവത്തിലാണെങ്കിലും ഇവര് ലോകത്തിന് അതീതരായിട്ട് പോകണം. പക്ഷെ അടുത്ത ശ്ലോകങ്ങളൊക്കെ വ്യാഖ്യാനിക്കണമെങ്കിൽ അദ്വൈതപരമായിട്ട് പറഞ്ഞാലേ പറ്റുള്ളൂ. ആത്മസ്വരൂപമായി ഭഗവാനെ ഉപാസിക്കണു. ആദ്യം ആത്മാവായി അറിഞ്ഞു കഴിഞ്ഞ് ആ ഭഗവാൻ തന്നെയാണ് പലതായിട്ടിരിക്കുന്നത്. ആ സോഴ്സിൽ തന്നെയാണ് കർമ്മങ്ങളൊക്കെ വരുന്നത്. എന്തൊക്കെ ചെയ്താലും ജ്ഞാനിക്ക് പിന്നെയൊക്കെ ആത്മപൂജനമാണ്. യോഗവാസിഷ്ടത്തില് ആത്മപൂജാ ഉപാഖ്യാനം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ആത്മപൂജയാണെന്നാണ്. ആത്മാത്വം ഗിരിജാമതി സഹചരാ പ്രാണാ ശരീരം ഗൃഹം പൂജാദേ വിഷയോപഭോഗരചനാ നിദ്രാ സമാധിസ്ഥിതി സഞ്ചാര പദയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാ ഗിരഃ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവ ആരാധനം എന്നൊരു ശ്ലോകമുണ്ട്. ആത്മാത്വം, ആത്മാ തന്നെ ഭഗവാന്റെ സ്വരൂപം എന്ന് അറിഞ്ഞു കഴിഞ്ഞ ആൾക്ക് എല്ലാ ആരാധനായി. അപ്പോ അടുത്ത ശ്ലോകം നോക്കൂ. അഹം ക്രതുരഹം യജ്ഞഃ സ്വധാഹമഹമൗഷധം മന്ത്രോഹമഹമേവാജ്യം അഹമഗ്നിരഹം ഹുതം. അഹം ക്രതുഃ അഹം യജ്ഞഃ. ക്രതു എന്ന് വെച്ചാൽ ഒരു തരം യാഗവിശേഷമാണ്. ആ യാഗം ഞാൻ തന്നെയാണ്. ശ്രൗതകർമ്മഭേദമാണ് ക്രതു, സ്മാർത്ഥകർമ്മമാണ് യജ്ഞം. വേദവിഹിതമായ കർമ്മങ്ങൾക്ക് ശ്രൗതം എന്ന് പേര്. വേദത്തിനെ അനുസരിച്ച് മറ്റ് സ്മൃതികൾ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾക്കൊക്കെ സ്മാർത്ഥം എന്ന് പേര്. ശ്രൗതകർമ്മങ്ങൾ ഞാനാണ്, സ്മാർത്ഥകർമ്മങ്ങളും ഞാനാണ്. ചിലര് പറയണത് ഹിംസാത്മകമായത് ക്രതു, ത്യാഗാത്മകമായത് യജ്ഞം എന്ന് പറയുന്നത്. ഈ ബലിയൊക്കെ കൊടുക്കുന്ന കർമ്മങ്ങളുണ്ട് യാഗത്തില്. പക്ഷെ ആചാര്യസ്വാമി ഭാഷ്യം ഇവിടെ
ശ്രൗതകർമ്മഭേദം സ്മാർത്തകർമ്മഭേദം എന്നാണ്. ശ്രൗതമായ കർമ്മങ്ങളൊക്കെ ഞാനാണ്. നമ്മൾ ചെയ്യുന്ന ചുരുക്കത്തിൽ നമ്മളുടെ പ്രവൃത്തിയൊക്കെ ഭഗവാനാണ്. പാചകം ഭഗവാനാണ്, അരി ഭഗവാനാണ്, അഗ്നി ഭഗവാനാണ്, വെള്ളം ഭഗവാനാണ്, പാല് ഭഗവാനാണ്, മോര് ഭഗവാനാണ്. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുക, അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ധാന്യങ്ങളൊക്കെ ഭഗവാന്റെ സ്വരൂപം. ഉപാസനയ്ക്ക് കുറച്ച് നേരം പിടിക്കും, എങ്കിലും അതൊരു ഉപാസനയാണ്. ഭഗവാന് വേണ്ടി ചെയ്യണു. ഭഗവാൻ തന്നെയാണ് ധാന്യം, ഭഗവാൻ തന്നെയാണ് ക്രതു, ഭഗവാൻ തന്നെയാണ് യജ്ഞം. അഹം ക്രതു അഹം യജ്ഞ, മന്ത്രോഹം അഹമേവ ആജ്യം. മന്ത്രം ഭഗവാനാണ്, ആജ്യം ഭഗവാനാണ്. അഹം അഗ്നി, അഗ്നി ഭഗവാനാണ്. ഔഷധം ഭഗവാനാണ്. മരുന്ന് വാങ്ങിക്കഴിക്കുമ്പോ മരുന്നിന്റെ ഇതൊന്നും ആലോചിക്കണ്ട. ഭേഷജം ബിഷക് എന്ന് വിഷ്ണു സഹസ്രനാമത്തിലെ നാമം വെച്ചുകൊണ്ട് നമ്മൾ ഏത് ഡോക്ടറുടെ അടുത്ത് പോകണോ, വൈദ്യന്റെ അടുത്ത് പോകണോ, ആ വൈദ്യൻ ഭഗവാനാണ്. അയാൾ തരുന്ന മരുന്നും ഭഗവാന്റെ അടുത്ത് വരുന്നതാണ് എന്ന് ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഗുണാവാനുള്ളതാണെങ്കിൽ, മാറാനുള്ളതാണെങ്കിൽ മാറിക്കോളും. എവിടുന്ന് എന്ത് ചെയ്യുമ്പോഴും ഈശ്വരത്വം കൊണ്ടുവരാനുള്ള ഒരു അനുസന്ധാനദാർഢ്യമാണ് ഉപാസന എന്ന് പറയുന്നത്. അത് വിഷമാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അത് ചെയ്ത് സാധിച്ചവരാണ് ഭാഗവതന്മാര്. പലചരക്ക് കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ അയാൾ ഭഗവാനാണ്, അയാൾ എന്നെ പറ്റിക്കില്ല എന്ന് തീരുമാനിക്കുക. അയാൾ പറ്റിക്കണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പറ്റിച്ചോളും. ട്രസ്റ്റ് നമുക്ക് പലപ്പോഴും ഫെയിലാവും. പക്ഷെ സാരല്ല, നമുക്ക് ഇവിടെ ലാഭമൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചാൽ മതി. നമുക്ക് ലാഭം ഈശ്വര ദർശനമാണ് ലാഭമെങ്കിൽ അയാളുടെ ശരീരവും മനസ്സും ഒക്കെ കണ്ട് ഇയാളെ എന്നെ ചതിച്ചു എന്നൊക്കെ അറിഞ്ഞ് അയാളെ ചതിച്ചതൊരു വശത്ത്, മറ്റൊരു വശത്ത് നമ്മൾ സമാധാനവും പോയി. അതിനു പകരം ഭാഗവത ധർമ്മം പറയണത് അയാളുടെ അന്തര്യാമിയെ കാണുക. നിങ്ങളതിൽ സക്സസ്ഫുൾ ആയാൽ ഒരുപക്ഷെ അയാൾ തന്നെ ട്രാൻസ്ഫിഗർഡ് ആവാം. അയാളെ നിങ്ങളെ പറ്റിക്കണമെന്ന് വിചാരിച്ചാൽ പോലും നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. അങ്ങനെയാവാം. പറ്റിച്ച ഭഗവാൻ പറ്റിക്കണോ, അത്രേ ഉള്ളൂ. ഭഗവാൻ പറ്റിക്കാനും അധികാരം. വഞ്ചതേ ച പരിവഞ്ചതേ ച നമോ നമോ. രുദ്രത്തില് ഭഗവാനൊരു നാമാണ് നമസ്കാരം. ഭഗവാൻ അങ്ങനെ ചതിക്കുകയും അങ്ങോട്ട് ചതിക്കുകയും ഇങ്ങോട്ട് ചതിക്കുകയും ചെയ്യണം. ഭഗവാൻ നമസ്കാരം. ആക്രന്ദദേശ, അതും ഭഗവാൻ. തസ്കരാണാംബതയേ നമഃ, കള്ളന്മാരുടെ രാജാവിന് നമസ്കാരം, അതും ഭഗവാൻ. നമുക്ക് ആ സാമഗ്രി എന്താണെന്നുള്ളത് നമുക്ക് മുഖ്യമേ അല്ല, അയാൾ എങ്ങനെ വ്യവഹരിക്കണം എന്നുള്ളത് മുഖ്യമേ അല്ല. ഭഗവത് ദർശനം എന്നുള്ള ഒരു ലാഭത്തിനെ നമ്മൾ സങ്കല്പിക്കുകയാണ്. ഇനിമേലാൽ എനിക്ക് ആ പരമലാഭം വേണമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോ ഇതിന്റെ പരിണത ഫലം എന്താന്ന് വെച്ചാൽ വ്യവഹാരം നിന്നുപോകും. അതാണ് പരിണത ഫലം. അതാണ് പറയണത് ജ്ഞാനി അവസാന സന്യാസിയായി തീർന്നു പോകുമെന്ന് പറയണത്. എന്താന്ന് വെച്ചാൽ വ്യവഹരിക്കാൻ പറ്റില്ല, ഭേദമില്ലല്ലോ, രാഗദ്വേഷമില്ലല്ലോ. സകലതും ആത്മസ്വരൂപമായിട്ട് കാണുന്നവന് വ്യവഹാരം പതുക്കെ പതുക്കെ നിന്നുപോയി അവ്യവഹാര്യനായി പോവും. പക്ഷെ അതുകൊണ്ട് നഷ്ടം ഉണ്ടാവുമോ എന്നുള്ളത് ചോദിച്ചാൽ നിങ്ങൾ പിന്നെ നോക്കേണ്ട കാര്യമാണ്. ഒരു നഷ്ടം ഉണ്ടാവില്ല, വിശ്വം മുഴുവൻ നിങ്ങളുടെ ആവും. അതുമാത്രമല്ല, ആ സ്റ്റേറ്റിൽ ഇരിക്കണവനെ നോക്കി സംരക്ഷിക്കേണ്ട ചുമതല ഈശ്വരൻ പറയണത് എന്റെ ആണെന്ന് ഇനി പറയാൻ പോകും. നിങ്ങൾ ചെയ്യണത് നിങ്ങളുടെ
വ്യക്തിത്വത്തിനെ പരിപൂർണമായി നഷ്ടപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാവുകയാണ്. നിങ്ങൾ കച്ചവടം അറിയാത്ത ആളാണ്, പക്ഷെ ഈശ്വരൻ പറയണത് ഞാൻ തന്നെ നോക്കിക്കൊള്ളാമെന്നാണ്. നീ അതിന്ന് ലോകത്തുനിന്ന് പിൻവലിഞ്ഞു, ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. അതിനി പറയാൻ പോണു ഏറ്റവും വലിയ പ്രോമിസ്, ഭഗവാന്റെ സത്യവചനം. അങ്ങനെ ഒരാളാവുകയാണെങ്കിൽ ചിലപ്പോൾ കുറെ പരീക്ഷണമൊക്കെ ഉണ്ടാവും. നീ എന്തെങ്കിലുമൊക്കെ കൗശലം കാണിക്കുന്നുണ്ടോ എന്ന് ഭഗവാൻ നോക്കിക്കൊണ്ടിരിക്കും. നമ്മളെ രക്ഷിക്കാനുള്ള ആഗ്രഹമുള്ളവരെ ഭഗവാൻ മിണ്ടാതിരിക്കും. അവനെ തന്നെ രക്ഷിക്കാൻ പറ്റുന്നുണ്ടല്ലോ, രക്ഷിച്ചോട്ടെ. അഹം ക്രതുരഹം യജ്ഞ. ക്രതു ഭഗവാൻ പറഞ്ഞു ഞാനാണ്. നിന്റെ മുമ്പിൽ ഒരു ജോബ് നിനക്ക് കിട്ടണമെന്ന് വെച്ചാൽ ആ ജോബിന്റെ രൂപത്തിൽ ഞാനാണ് വന്നിരിക്കുന്നത്. ആ പണിയിൽ നിനക്കുള്ള അറിവുണ്ടല്ലോ, അതും ഞാനാണ്. അതിൽ നീ എന്തെങ്കിലും പ്രയോഗിക്കുന്നുണ്ടല്ലോ, അതും ഞാനാണ്. അതിന് ചില ഇഫക്റ്റൊക്കെ വരുന്നുണ്ടല്ലോ, അതും ഞാനാണ്. ചുരുക്കത്തിൽ എവറി മൊമെന്റ് എക്സ്പീരിയൻസ് ഈസ് ഫിൽഡ് വിത്ത് ഹിം. പ്രതിബോധ വിദിതം മതം. ഫ്യൂച്ചറിൽ എപ്പോഴോ ഉണ്ടാവാൻ പോണ ഒരു ഈശ്വര അനുഭവമല്ല, ഓരോ മൊമെന്റിലും നമ്മളുടെ മുമ്പിൽ ഒരാൾ വരണം, ഭഗവാനാണോ വരണത്. നല്ലത് നടന്നാൽ ഭഗവാനാണ്, ചീത്ത നടന്നാൽ അതും ഭഗവാനാണ്. ആത്മൈവ ഇതം സർവം. വേദാന്ത ശാസ്ത്രം മുഴുവൻ അവിടെ അവസാനിച്ചു. വിഷമാണോ കൊണ്ടു കൊടുത്തത് മീരാബായിക്ക്? വാങ്ങിക്കഴിച്ചു, കൃഷ്ണനാണെന്ന് പറഞ്ഞിട്ട്. മീര പറയണത് ഒന്നും ചെയ്തില്ല. രാണാജീനെ വിഷുക്കാ വ്യാളാ പേജ പീവത്ത് മീര നാച്ചീരേ. നാമദേവന്റെ മുമ്പിൽ ഒരു വലിയ ബ്രഹ്മരാക്ഷസം വന്നു എന്ന് പറഞ്ഞു. അതൊരു അഭംഗ തന്നെ ഉണ്ട് അല്ലെ? അതിനെ കണ്ടിട്ട് പാണ്ഡുരംഗന്റെ രൂപമായിട്ട് സ്തുതിച്ചുകൊണ്ടൊരു അഭംഗുണ്ട്. ആ ബ്രഹ്മരാക്ഷസിന് വിമുക്തി കിട്ടിയെന്നാണ്. ഇതൊക്കെ ലോകസാമാന്യത്തിന് പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ. പക്ഷെ ഭഗവാൻ പറയണത് ഇതിനേക്കാളും വലിയ പ്രാക്ടിക്കലായിട്ട് വേദാന്തം ഒന്നുമില്ല. പതുക്കെ വസ്തുക്കളെ വസ്തുക്കളാണെന്ന് വിളിക്കുന്ന സ്വഭാവം വിടുകയാണ് നമ്മൾ. ഭഗവാൻ എന്ന് വിളിച്ചു തുടങ്ങണം. ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ഉതവാ കുമാരി ത്വം ജീർണോ ദണ്ഡേന വഞ്ചസി ത്വം ജാതോ ഭവസി വിശ്വതോ മുഖഃ. സ്വാർത്ഥത്തിനെ അദ്വൈതജ്ഞാനത്തിൽ യജനം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോ മന്ത്രോഹം അഹമേവാജ്യം അഹമഗ്നി അഹംഹുതം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് പറയണ ആശയുണ്ടല്ലോ. അതുപോലെ എന്തൊക്കെ ചെയ്യപ്പെടുന്നു ഒക്കെ തന്നെ ഭഗവതർപ്പണമായിട്ട് തീരുകയാണ്. ആ ഭാഗവത ധർമ്മം ഇതാണ് ഈ അധ്യായത്തിൽ റോയൽ സീക്രട്ട് എന്ന് പറഞ്ഞത്. ഇരിക്കുന്ന സ്ഥലത്ത് പതുക്കെ എല്ലാത്തിനെയും ഈശ്വരനെ കൊണ്ട് നിറയ്ക്കുകയാണ്. അതിനെന്ത് വേണം? ഉപാസന വേണം. ഉപാസന എന്ന് വെച്ചാലോ മനസ്സിലെ ഭജനം എന്ന് വെച്ചാൽ അനുസന്ധാനം എന്ന് പറഞ്ഞില്ലേ? മുരിങ്ങക്കയുടെ രൂപത്തിലിരിക്കുന്ന പാണ്ഡുരംഗ, വെണ്ടക്കയുടെ രൂപത്തിലിരിക്കുന്ന പാണ്ഡുരംഗ എന്ന് പാടിയ പോലെ പതുക്കെ ഉള്ളില് എല്ലാം ആത്മാവാണ്. അതാണ് സത്യം. നിങ്ങള് ഭാവന ചെയ്യല്ല. നിങ്ങൾ ഇത് ഇഡ്ഡലിയാണ്, ഇത് ദോശയാണെന്ന് വിചാരിക്കുന്നത് കള്ളാണ്. അത് വ്യവഹാരം കൊണ്ട് തോന്നണതാണ്. അത് ഇഡ്ഡലിയുമല്ല, അത് ദോശയുമല്ല, അത് ആത്മാവാണ്. അന്നം ബ്രഹ്മേതി വിജാനാത്. ആദ്യത്തെ രൂപത്തിലുള്ള ഉപാസനയാണത്. അത് ഇഡ്ഡലിയും നിങ്ങൾ കൊടുത്ത പേരാണ്. അത് കുറച്ചു നേരം മുമ്പ് മാവായിരുന്നു, അത് കുറച്ചു നേരം മുമ്പ് അരിയായിരുന്നു, അത് കുറച്ചു നേരം മുമ്പ് ചെടിയായിരുന്നു.
ആ ഇഡ്ഡലിയുടെ ഉള്ളില് ചിലപ്പോ പർജന്യനിലൂടെ ഏതെങ്കിലും ജീവൻ വന്ന് ഒളിഞ്ഞു കിടക്കണുണ്ടാവും. ശാസ്ത്രം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ധാന്യത്തിനുള്ളിൽ വന്ന് കിടന്ന് അത് ഇഡ്ഡലിയോ ചോറോ ഒക്കെ ആയിട്ട് മാറി പുരുഷ ശരീരത്തിൽ കയറി സ്ത്രീ ശരീരത്തിൽ പ്രവേശിച്ച് പുറത്തു വരും. അപ്പോ അത് ഇഡ്ഡലിയാണെന്നുള്ളത് എന്റെ തോന്നലാണ്. ചിലപ്പോ ഒരുപക്ഷെ തന്റെ കുട്ടിയായിരിക്കും ഇഡ്ഡലിയുടെ രൂപത്തിൽ ഇരിക്കണത്. ആര് കണ്ടു? നിങ്ങൾ കഴിച്ച ഏതോ ഒരു ഇഡ്ഡലിയോ ദോശയോ ആണ് നിങ്ങളുടെ മകനായിട്ടോ മകളായിട്ടോ ഒക്കെ ജനിച്ചിരിക്കുന്നത്. ഇപ്പൊ മകനായിട്ടോ മകളായിട്ടോ ഇരിക്കണു. അത് കുറച്ചു ദിവസം മുമ്പ് സാമ്പാറായിട്ടോ രസമായിട്ടോ ഒക്കെ ഉണ്ടായിരുന്നതാണ്. അതിലേക്കാണ് പർജന്യനിലൂടെ ആ ജീവൻ പ്രവേശിച്ചതെന്നൊക്കെയാണ് പഞ്ചാഗ്നി വിദ്യ വേദം തന്നെ പറയണത്. അപ്പോ മകൻ ഇപ്പൊ ഇഡ്ഡലി പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാലത്ത് ഇഡ്ഡലി ആയിരുന്നു. എല്ലാം പക്ഷെ അന്തരംഗത്തിൽ നോക്കുമ്പോ ചൈതന്യം മാത്രമാണ്. അത് ആത്മാവാണ്. അത് ഭഗവാനാണെന്നുള്ളതാണ് അതിന്റെ വാസ്തവമായ ഐഡന്റിറ്റി. അത് മരമാണ്, കാടാണ്, മലയാണെന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന പേര്. ഈശ്വരൻ എന്നുള്ളത് അതിന്റെ ഐഡന്റിറ്റി. അതുപോലെ ഓരോ ആൾക്കും നമ്മൾ ഓരോ പേര് കൊടുത്ത് വിളിക്കണോ, അത് നമ്മൾ കൊടുക്കുന്ന പേര്. വാസ്തവത്തിലുള്ള ഐഡന്റിറ്റി അഹം എന്നുള്ളതാണ്. അതോ ആത്മാവിന്റെ പേരാണ്. ആത്മാവിന്റെ അഹമിത്യഭാണി. ഈശ്വരൻ ആദ്യമായി പറഞ്ഞു ഞാനെന്ന് പറഞ്ഞു. അത്ര തന്നെ. അപ്പോ അഹം ക്രതുരഹം യജ്ഞഃ സ്വധാഹമഹം ഔഷധം. സ്വധ എന്ന് വെച്ചാൽ പിതൃക്കൾക്ക് കൊടുക്കുന്ന ഹവിസ് സ്വധ. കഴിക്കുന്ന ഭേഷജം ഔഷധം. മന്ത്രോഹം അഹം ഏവ ആജ്യം. അഹം അഗ്നി അഹം സുതം. തുടർന്നുള്ള ശ്ലോകങ്ങള് നമ്മള് നാളെയും മറ്റന്നാളെയായിട്ട് കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.